അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഗിരീഷ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ സാക്ഷ്യം പ്രേക്ഷകർക്ക് വലിയ പ്രചോദനവും പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരുന്ന ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണാൻ കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അരോമ ടിവിയുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അത് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് സഹായകരമാണ്. ഫോൺ കോൾ ഒരുപക്ഷെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരികയില്ല. വാട്സപ്പിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഗിരീഷ് അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. അരോമ ടിവിക്കും അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ദൈവ മക്കളോട് എൻ്റെ സാക്ഷ്യം പറയുവാൻ അവസരം ഒരുക്കി തന്ന വലിയവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ജനിച്ച് വളരപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പ്രദേശത്ത് കർത്താവിൻ്റെ മഹത്വമേറിയ വേല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൈനീർ വർക്കാണ് ചെയ്യുന്നത്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ ഭവനത്തിലും എൻ്റെ വീടുകളിലുമൊക്കെ ക്ഷേത്രങ്ങളും സർപ്പ ആരാധന രീതികളും ഒക്കെ പിന്തുടരുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ എൻ്റെ ബാല്യത്തിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് വൈഫ്, ഇപ്പോൾ എൻ്റെ ഭാര്യ മിനി, എനിക്ക് 2 മക്കളുണ്ട്. പ്രത്യാശ, അനുഗ്രഹം, 2 മക്കൾ എനിക്കുണ്ട്. അവർ ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ 2 പേരും മരണപ്പെട്ടു. എനിക്കൊരു സഹോദരിയുണ്ട്. എന്നെക്കാട്ടി 13 വയസ്സിന് മൂത്ത ഒരു സഹോദരിയാണ്. സഹോദരി അവര് ഇവിടെ ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് താമസിക്കുന്നു. സ്തോത്രം. ഞാനിപ്പോൾ അമ്പലപ്പുഴ എന്ന് പറയുന്ന ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ ഇവിടെ തന്നെയാണ്, അമ്പലപ്പുഴയിൽ തന്നെയാണ് ചെയ്തത്. ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ ചെയ്തത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ആലപ്പുഴ ST കോളേജിൽ പ്രീ ഡിഗ്രിക്കായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതൽ തന്നെ, ആ ഒരു പ്രായത്തിൽ തന്നെ, ഒരു 15-16 വയസ്സായിരിക്കുന്ന സമയത്ത് തന്നെ മദ്യപിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരുടെ കൂടെയൊക്കെ ചേർന്നുകൊണ്ട് മദ്യപിക്കുകയും അതോടൊപ്പം തന്നെ ഈ ആ കാലത്ത് വിപണിയിൽ സുലഭമായിട്ട് കിട്ടുമായിരുന്ന പാൻപരാഗ്, അതുപോലെയുള്ള സുഗന്ധ മുറുക്കാനുകൾ ഉപയോഗിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത ശൈലിയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ ഇലക്ട്രോണിക്സ് പഠിക്കുവാനായിട്ട് കടന്നുപോയതിനു ശേഷം പിന്നീട് ഞാൻ ഡിഗ്രിക്ക് ആയിട്ട് അതേ കോളേജിൽ തന്നെ പഠിച്ചു. ഈ കാലയളവിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും അതിന്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിരവധിയായ പോലീസ് കേസുകളിലൊക്കെ പ്രതിയായിട്ടുണ്ട്. അത് ബസ്സിനെ ആക്രമിക്കുകയും പോലീസുകാരുമായിട്ടുള്ള ആക്രമണങ്ങൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള കേസുകൾ, 7ഓളം കേസുകൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസുകളുടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ ജീവിച്ചു തീർന്നത്. അങ്ങനെ ഒരു 22ാമത്തെ വയസ്സിൽ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ നിന്നും കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. 22 അവിടെ ഒരു ഹോട്ടലിൽ ഒരു ക്ലീനറായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കടന്നുപോയത്. അതിനുശേഷം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം നടന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ, ഇൻഡോ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയുള്ളൊരു വിവാഹമായിരുന്നു എനിക്ക് കിട്ടിയത്.
അപ്പോൾ ഞങ്ങള് വിവാഹശേഷം ഞാൻ എൻ്റെ ഭാര്യയെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, കുവൈറ്റിന്റെ ദേശത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ കുടുംബമായിട്ട് ആ ദേശത്ത് താമസിച്ചു വന്നിരുന്നു. വൈഫ് പ്രഗ്നന്റ് ആയി. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികൂലം കടന്നു വന്നു. അപ്പോൾ ഞാൻ അന്ന് വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രശ്നമായിരുന്നു. എൻ്റെ സ്പോൺസറും ഞാനുമായിട്ട് തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുമായിട്ട് അല്പമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖാന്തരം അവര് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യുകയും എന്നെ ദേശത്തേക്ക് അയക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. വൈഫിന് യാത്ര ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് ദേശത്തേക്ക് കടന്നു വരുവാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാഹചര്യം ഞങ്ങൾക്ക് അന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് മാനുഷിക ബുദ്ധിയാൽ ഞാൻ ചിന്തിച്ചു, ഞാൻ ദേശത്തേക്ക് കടന്നു വന്നിട്ട് എനിക്ക് ഇവിടെ നിന്നും പൈസ അറേഞ്ച് ചെയ്ത് വൈഫിന് കൊടുക്കാം, അതിനുശേഷം ഒരു പുതിയ വിസയിൽ ആ ദേശത്തേക്ക് മടങ്ങി പോകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ദേശത്തേക്ക് വന്നു. നാട്ടിൽ വന്ന് ഞാൻ പൈസയുടെ ക്രമീകരണങ്ങൾ നടത്തി വൈഫിന്റെ പൈസ കൊടുത്തു. എങ്കിലും അന്നൊരു അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ഞാൻ ജോലി നിന്നിരുന്ന ദേശത്ത് പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നത് കുവൈറ്റ് ഗവൺമെന്റ് ചില മാസങ്ങളിലേക്ക് നിർത്തിവെച്ചു. അപ്പോൾ എനിക്ക് വിസ കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു വിശ്വാസവും എൻ്റെ പാരമ്പര്യ രീതികളും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ ക്ഷേത്രങ്ങളിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലും മന്ത്രവാദികളുടെ അടുക്കലും ഒക്കെ കടന്നുപോയി. അവര് പറഞ്ഞു തന്ന കുറിപ്പടികൾ പ്രകാരം വിവിധ ദേശങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കടന്നുപോയി വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ വഴിപാടുകൾ നടത്തുകയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ താമസിച്ച് 5-6 ദിവസമൊക്കെ ഞാൻ തമിഴ്നാട് ചില ക്ഷേത്രങ്ങളിലൊക്കെ താമസിച്ച് ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും അവരും എനിക്ക് ബുദ്ധിപരമായ ഒരു ഉപദേശം പറഞ്ഞു തന്നത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പണം ചെലവാക്കുന്നത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങളുടെ ദേശത്തേക്ക് നിങ്ങൾ മടങ്ങി പോവുക. നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി പോയിട്ട് കുവൈറ്റിൽ നിന്നും പുതിയ ആളുകൾക്ക് വിസ കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വന്ന് ഈ വഴിപാടുകൾ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഇങ്ങനെ ഒരു ഉപദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ എനിക്ക് കടന്നു വന്നു. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ, യാത്രകൾ ഇങ്ങനെയൊക്കെ ചെയ്തു. എങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ദേശത്തേക്ക് മടങ്ങി വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വൈഫിന്റെ ശാരീരിക സ്ഥിതിക്ക് ഒരു മാറ്റം വന്നു. വൈഫിന് BP ഷൂട്ടായി, BP ഹൈ ആയി, വളരെ പ്രോബ്ലത്തിലൂടെ അവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പോൾ വൈഫ് തന്നെ അവിടെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ ടാക്സി വിളിച്ചിട്ട് കുവൈറ്റ് സബ ഹോസ്പിറ്റലിലേക്ക്, മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അവിടെ ഒരു എമർജൻസി വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. ഒരു എമർജൻസി സിസേറിയന് അവർ ചെയ്തു. 2 കുട്ടികൾ ആയിരുന്നു ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുഞ്ഞ് മരിച്ച അവസ്ഥയിലും മറ്റേ കുഞ്ഞിന് ഇൻഫെക്ഷൻ ആയ ഒരു അവസ്ഥയിലുമാണ് കുഞ്ഞിനെ കിട്ടിയത്. ആ ഒരു കുഞ്ഞിനെ, ജീവനോട് കിട്ടിയ കുഞ്ഞിനെ വെന്റിലേറ്ററിന്റെ അവസ്ഥയിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ കൊണ്ടുപോയ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് ഫോൺ ചെയ്ത് എന്നെ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലൂടെ ഞാൻ വൈഫുമായിട്ട് സംസാരിച്ചു. ആ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എന്നാൽ കുവൈറ്റിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഹസ്ബൻഡ് സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പെണ്ണിനെ ഡിസ്ചാർജ് ചെയ്യുവാനായിട്ട് സ്പോൺസർ കടന്ന് ചെല്ലണം. അങ്ങനെ ഒരു സാഹചര്യമാണ് കുവൈറ്റിലുള്ളത്. അപ്പോൾ ഞാൻ വൈഫിന്റെ സ്പോൺസറെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ കടന്നു വന്ന് വൈഫിനെ ഡിസ്ചാർജ് ചെയ്തു. വൈഫ് റൂമിലേക്ക് പോയി 2 ദിവസത്തിന് ശേഷം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലാണ്, കുഞ്ഞ് വെന്റിലേറ്ററിന്റെ അവസ്ഥയിലും വൈഫ് റൂമിലും, അങ്ങനെ ഒരു സാഹചര്യം, ഒരു പ്രതികൂലത്തിന്റെ സാഹചര്യമാണ്. അപ്പോൾ കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് വൈഫ് ഈ ഹോസ്പിറ്റലിലേക്ക് നിരന്തരമായിട്ട് കടന്നുപോകും. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ ആ ദേശത്ത് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി സഹോദരി, ടിറ്റി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് എൻ്റെ വൈഫിനോട് ആദ്യമായിട്ട് കർത്താവിനെ കുറിച്ച് പറയുകയും സുവിശേഷം പറയുകയും ചെയ്തിട്ട്, ഞങ്ങളുടെ സഭയിൽ നിങ്ങൾ കടന്നു വരാമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് വൈഫ് ഉടൻ തന്നെ എന്നെ ഫോൺ ചെയ്ത്
ഫോൺ ചെയ്ത് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സഹോദരി പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രതീക്ഷകളും, എന്റെ വിശ്വാസ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുന്ന, ഒരു മാർഗവും മുന്നോട്ട് എങ്ങനെ ഒരു ചുവട് വെക്കുമെന്ന് ഒരു മാർഗവും കാണാതെ നിൽക്കുന്നത്, അതായത് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പിന്റെ അവസ്ഥയാണ് എനിക്ക് അന്നേരം അവർ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ തോന്നിയത്. ഞാൻ അന്നേരം വൈഫിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, അവിടെ പോയി അവരുടെ പ്രാർത്ഥനയല്ലേ, അതിൽ പോയി പങ്കെടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ ആ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ ഈ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ അന്ന് മുതൽ വെളിപ്പെടുവാൻ തുടങ്ങി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആ സഭ പ്രാർത്ഥിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞിനെ വെന്റിലേറ്ററിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റി, കുഞ്ഞിന് ഡിസ്ചാർജ് ആയി റൂമിൽ വന്നു. അതിനുശേഷം ഏതോ ഒരു കമ്പനി മുമ്പ് ഇഷ്യൂ ചെയ്തൊരു വിസ, ആള് കടന്നു വരാത്തൊരു വിസ ഉണ്ടായിരുന്നു. ആ വിസ ആ കമ്പനി അവരുടെ സ്വാധീനം വെച്ചുകൊണ്ട് അത് എന്റെ പേരിലേക്ക് മാറ്റി ഇഷ്യൂ ചെയ്ത് തന്നു. അത് അങ്ങനെ എനിക്കും ആ ദേശത്തേക്ക് കടന്നു ചെല്ലുവാൻ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഭയിലേക്ക് പ്രാർത്ഥിച്ചതിന്റെ ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവം നടക്കുന്നത്. ഞങ്ങൾ ആ സഭയിലേക്ക് കടന്നു ചെന്നു. ഞങ്ങൾക്ക് അന്ന് സാക്ഷ്യം പറയുവാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ സഭയിൽ അന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു കർത്തദാസൻ വർഗീസ് മാത്യു എന്ന് പറയുന്ന പാസ്റ്ററാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനിടയായത്. സുബ്രന്റെ പാരമ്പര്യമായ രീതികൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജനിച്ച കാലം കൊണ്ട് തന്നെ ഈ വിഗ്രഹാരാധനകളിലും മറ്റ് ഉള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ചെയ്ത് ശീലിച്ചത്. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചും ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കേട്ടറിവ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്നാണ് എനിക്ക് ആ ദേവദാസൻ എനിക്കൊരു ബൈബിള് തന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുക, അദ്ദേഹം ഞങ്ങളോട് സുവിശേഷമൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ആ സഭയിൽ ചെറുതായിട്ട് മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നു പോകുവാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസങ്ങൾ എന്നെ സഹായിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എന്റെ വിശ്വാസങ്ങൾ എന്റെ പ്രതികൂലത്തിൽ എന്റെ കൂടെ നിൽക്കാതിരുന്ന സാഹചര്യത്തിൽ, എന്റെ പാരമ്പര്യമായ എന്റെ ഗുണങ്ങളോ കഴിവുകളോ ഒന്നും നോക്കാതെ യാതൊരുവിധ ശ്രേഷ്ഠതയും ജീവിതത്തിൽ അവകാശപ്പെടുവാൻ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിന് എന്നെ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിന് സ്തോത്രം, എന്റെ വിഷയങ്ങളിൽ സ്വർഗം ഇടപെട്ടതെന്ന് എനിക്ക് അന്ന് ഒരു ബോധ്യമുണ്ടായത്. അതിനുശേഷം ഞങ്ങള് ആ സഭയിൽ തുടർമാനമായിട്ട് ഞങ്ങൾ ആരാധനകൾക്കായിട്ട് കടന്നുപോയി. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ അതിനുശേഷം എന്റെ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ വരെ ദൈവത്തിന് സ്തോത്രം, എന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവിക സാന്നിധ്യവും ഒരു നടത്തിപ്പും ഉണ്ടായിരുന്നു. അതൊരു ഉറപ്പായിട്ടൊരു കാര്യം. ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികളുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും, ആ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും എല്ലാം സ്വർഗത്തിലെ ദൈവം എനിക്ക് സഹായകനായിരുന്നു. ദൈവത്തിന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്വഭാവത്തിൽ ആ കാലയളവിൽ വലിയ മാറ്റങ്ങളൊന്നും കടന്നു വന്നിട്ടില്ലായിരുന്നു. എനിക്കൊരു നല്ലൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെയൊന്നും എനിക്ക് കടന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിൽ ഒരുപാട് കുറവുകൾ ആ പ്രാരംഭത്തിൽ ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. പക്ഷെ എന്റെ കുറ്റങ്ങളൊന്നും ദൈവം കണക്കിടുന്നില്ലായിരുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഞാൻ പിന്നീട് എനിക്ക് ചിന്തിച്ചപ്പോഴാണ് എന്റെ ആ കുറവുകളൊന്നും ദൈവം കണക്കിട്ടില്ല എന്നുള്ളതാണ്. ആ ദേശത്ത് ഞങ്ങൾ അതിനുശേഷം ഏകദേശം 8 വർഷത്തോളം കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ആ ദേശത്ത് ജീവിക്കുവാൻ ഭാഗ്യമുണ്ടായി. ഞാൻ എന്റെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് 5-6 വർഷത്തോളം ഞാൻ ആ ദേശത്ത് നിന്ന സമയത്തൊന്നും എനിക്കവിടെ ശ്രേഷ്ഠകരമായ ഒരു ജോലിയോ ഒരു അംഗീകാരമോ ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എനിക്കും ഭാര്യയ്ക്കും ഒക്കെ വളരെ ശ്രേഷ്ഠകരമായ ജോലികൾ ആ ദേശത്ത് കിട്ടി. ആ ദേശത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട്, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ആ ദേശത്ത് ജീവിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചു വന്നു. അതിനിടയിൽ ഒരു 2 വർഷത്തിന് ശേഷം ഞങ്ങള് ദൈവവചനത്തിലൊക്കെ ഒരു അടിസ്ഥാനം കിട്ടിയതിനു ശേഷം ഞങ്ങൾ സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായിട്ട് തീർന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അവിടെ യാതൊരുവിധ പ്രതികൂലങ്ങളും ഇല്ലായിരുന്നു. ആ സമയങ്ങളിൽ എനിക്ക് തമ്പുരാൻ ഒരു തലമുറയെ കൂടെ തന്നു, ഒരു കുഞ്ഞിനെ കൂടി അവിടെ വെച്ച് തമ്പുരാൻ തന്നു. ഞങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് 2016 എന്റെ മാതാപിതാക്കളെ ഈ മക്കളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നു. അപ്പൊ ഞങ്ങളൊരു ഷോർട്ട് വിസിറ്റ് ആയിരുന്നു, ഒരു
5 6 ദിവസത്തിന് ശേഷം മടങ്ങിപ്പോകുന്ന രീതിയിൽ ഒരു ചെറിയ വിസിറ്റിനായിട്ടാണ് കടന്നു വന്നത്. അന്നേരവും ഇതുപോലെ ഞാൻ വിശ്വാസത്തിൽ വന്ന നാളുകൾ മുതൽ ഒരുപാട് ദൈവദാസന്മാർ എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ദൈവവേലയ്ക്കുള്ളതാണ്, നീ എന്ത് ചെയ്താലും നീ അവസാനം നീ ദൈവവേലയ്ക്ക് തന്നെ എത്തിച്ചേരും. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്ന ഈ പ്രവചനത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ 2016 ഞാൻ ഈ ദേശത്തേക്ക് വീണ്ടും കടന്നു വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്ന് എന്റെ മാതാപിതാക്കൾക്ക് അതിനോടകം അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നു, സ്നാനപ്പെട്ട കാര്യമൊക്കെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. എങ്കിലും ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങളുടെ ജീവിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു ജാതീയ ക്രിസ്തീയ വിശ്വാസിയെ പോലും കാണിച്ചു കൊടുക്കാൻ ഇല്ലാത്തൊരു ദേശമാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അമ്പലപ്പുഴയുടെ ഒരു പ്രത്യേക, അമ്പലപ്പുഴയെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. അത് വലുതായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അങ്ങനെ ക്രിസ്തീയ വിശ്വാസികൾ ഇല്ല. അപ്പം പെന്തക്കോസ്ത് എന്താണെന്നോ അതിന്റെ രീതികൾ എന്താണെന്നോ അങ്ങനെയൊന്നും എന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല. എന്നാൽ അന്നേരം ഒരു വലിയ പ്രതിസന്ധി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നില്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ചില കേസുകൾ ഉണ്ടായിരുന്നു. ഈ കേസുകൾ നിൽക്കെയാണ് അന്ന് ഞാൻ വിദേശത്തേക്ക് കടന്നുപോയത്. എന്നാൽ ഈ കേസുകളുടെ പേരിൽ ഞാൻ ഭവനത്തിൽ വന്നതിന്റെ അന്ന് രാത്രിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു ചുരുങ്ങിയ ഒരു 5 6 ദിവസത്തേക്കാണ് ഞങ്ങൾ വന്നത്. 6ാമത്തെ ദിവസം തിരിച്ചു പോകുന്ന രീതിയിലാണ് വന്നത്. വന്നതിന്റെ പിറ്റേ ദിവസം രാത്രി എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല എന്നെ റിമാൻഡ് ചെയ്ത് ഞാനൊരു 4 ദിവസം സബ് ജയിലിൽ ഈ കേസുകളുടെ പേരിൽ ഞാൻ റിമാൻഡിൽ കിടന്നു. അപ്പോൾ ഞാൻ റിമാൻഡിൽ കിടക്കുന്ന സമയത്തായിരുന്നു എന്റെ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ എന്റെ പ്രതീക്ഷ വൈഫും കുഞ്ഞും തിരികെ പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് തിരികെ പോയിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ജയിലിൽ നിന്ന് ജാമ്യം എടുത്ത് പുറത്തു വരുന്നത്. ജാമ്യം എടുത്ത് പുറത്തു വന്നു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഒരു കണ്ടീഷൻ ബെയിലാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. എന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇനി വിദേശത്തേക്ക് പോകുവാൻ അങ്ങനെ ഒരു തടസ്സം വന്നു, എന്റെ യാത്രയ്ക്ക് ഒരു തടസ്സം വന്നു. അപ്പോൾ എന്റെ മാതാവ് എന്നെ വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്റെ മാതാവും ഒരു ബന്ധുവും കൂടെ ആയിരുന്നു ഞങ്ങളുടെ അവിടെ എന്നെ റിസീവ് ചെയ്യാൻ വന്നത്. അവരെന്നോട് പറഞ്ഞു വൈഫും പോയിട്ടില്ല, വൈഫും വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവര് പോകാൻ? അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിനക്ക് ചിലപ്പോൾ ഇനി പോകുവാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് വേറെന്തെങ്കിലും ആലോചിക്കാം, ഇത്രയും കാലം അവിടെ നിന്നല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ടു. ഞങ്ങള് ബോംബെക്കും പൂനെക്കും ഇടയിലുള്ള ഒരു ഗ്രാമപ്രദേശമായ ആ പ്രദേശത്തേക്ക് കടന്നുപോയി. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു അമ്മയുടെ ഒരു ബന്ധു ആ ദേശത്ത് അല്പം ബിസിനസ്സുകളൊക്കെ ചെയ്ത് അല്പം സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കടന്നുപോയത്. അവിടെ കടന്നു ചെന്ന് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ട് എനിക്ക് മഹീന്ദ്രയിൽ ഒരു ചെറിയ ജോലി കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആദ്യം ഞാനാണ് പോയത്. ഇത് 2-3 ദിവസം കഴിഞ്ഞ് ജോലി ആയിക്കഴിഞ്ഞാണ് ഞാൻ വൈഫിനെ നാട്ടിൽ നിന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു സെക്ഷനിലേക്ക് ജോലിക്കായിട്ട് ചെന്നപ്പോൾ ആ സെക്ഷനിലെ ഒരു സൂപ്പർവൈസർ ഒരു മലയാളിയായിരുന്നു. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര് ബിനോയ് എന്നാണ്. ബിനോയ്, ഇവിടെ എവിടെയെങ്കിലും പെന്തക്കോസ്ത് ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്റെ കുടുംബ പാരമ്പര്യവും എന്റെ ബന്ധുക്കളെയൊക്കെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ പെന്തക്കോസ്ത് ആരാധനയെ പറ്റി തിരക്കുന്നത് എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണ്, ഞാനും എന്റെ വൈഫും സ്നാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. ആ സഹോദരൻ ഉടൻ തന്നെ ഫോൺ ചെയ്ത് അവരുടെ പാസ്റ്ററോടും ആ സഭയിലെ പാസ്റ്ററോടും ചില ദൈവമക്കളോടും പറഞ്ഞു, നാട്ടിൽ നിന്നും നമ്മുടെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വൈഫ് ഇന്നലെ എത്തിയതേ ഉള്ളൂ, അദ്ദേഹം ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെന്തക്കോസ്ത് സഭ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ആളുകൾ തിരക്കി എന്റെ ഈ ബന്ധുക്കളുടെ ഭവനങ്ങളിലൊക്കെ കടന്നുപോയി ആ നാട്ടിൽ നിന്ന് വന്ന കുടുംബം ആരാണ്, അവരുടെ സ്ഥിതി എന്താണ്, ഇങ്ങനെ അന്വേഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ചെന്ന ബന്ധുക്കൾക്ക് ഞങ്ങളുടെ ഈ രീതികൾ, ഇപ്പോഴത്തെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അവരുമായിട്ട് അവിടെ വെച്ച് തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ ദേശത്ത്
അവര് എന്റെ രക്തബന്ധുക്കൾ എന്നെ കൈവിട്ടെങ്കിലും, എന്റെ കുടുംബക്കാർ എന്നെ കൈവിട്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം എനിക്ക് തുണയായിരുന്നു. അതായത് ഒരു ദൈവ പൈതൽ ഏത് മേഖലയിലൂടെ കടന്നു പോയാലും ദൈവം തീരുമാനിച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. ആ വഴികളിൽ ദൈവം അവരെ കാക്കുവാനും സംരക്ഷിക്കുവാനും ഉള്ളവരെ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സഭ ഞങ്ങൾക്ക് വലിയ കൈത്താങ്ങലുകളായിരുന്നു. അവിടെ അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബെഞ്ചി മാത്യു എന്ന് പറയുന്ന ദൈവദാസൻ ഒരു അനുഗ്രഹീത ദൈവദാസനായിരുന്നു. അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്നു. നല്ല ഒരു കഴിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കീഴിൽ ഞങ്ങൾ കുടുംബമായിട്ട് ആ സഭയിൽ ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് ഈ ആളുകൾ പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവവേല ചെയ്യണം, അങ്ങനെ ഒരു കോളിംഗ് എനിക്ക് ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിഷയം ഞങ്ങൾ പലപ്പോഴും വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിച്ച് ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഈ വിഷയം പലപ്പോഴും വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദേശത്ത് ഞങ്ങൾ ഒരുപാട് ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയൊക്കെ ചെയ്തു. ആ ദേശത്ത് നല്ല ഒരു ഓപ്പണിങ്, അതായത് ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് ദൈവം മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഒരു കച്ചവടം തുടങ്ങുന്ന രീതിയിലേക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തി. അതായത് അവിടുത്തെ ഒരു നല്ല ഒരു ബസാറിൽ ഒരു നല്ല സ്ഥാപനം, ആ സ്ഥാപനം തുടങ്ങുന്നതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ സ്ഥാപനം ഒരു ഈ സാൻഡൽ ഷോപ്പായിരുന്നു, ചെരുപ്പുകടയായിരുന്നു. അങ്ങനെ തുടങ്ങി അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഈ ദൈവത്തിന്റെ അത്ഭുത കരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് ആ ദേശത്തുകൂടെ പല പ്രാവശ്യം വെളിപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ബസാറിലേക്കുള്ള ഒരു മെയിൻ റോഡിലായിരുന്നു എന്റെ സ്ഥാപനം ഉണ്ടായിരുന്നത്. ആ സ്ഥാപനത്തില് ഇങ്ങനെ അത്യാവശ്യം ആ ബസാറിലേക്ക് ക്രൗഡ് കടന്നു വരുന്ന ആളുകൾ കടന്നു വരുന്നതും റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇറങ്ങിയ ആളുകൾ വരുന്ന വഴിയിലായതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതൽ അവിടെ നല്ല ബിസിനസ്സുകളായിരുന്നു. അപ്പോൾ ഇതിന്റെ മറു സൈഡിലത്തെ വേറെ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടെ വരുന്നവർക്ക് മാത്രമേ നല്ല ഫുട്വെയർ ഷോപ്പുകൾ വേറെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ബിസിനസ്സുകൾക്ക് ഒരു ചെറിയൊരു ഇടിവ് വന്നപ്പോൾ അവർ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ബിസിനസ് ഇങ്ങനെ കുറഞ്ഞു? അപ്പൊ നോക്കിയപ്പോൾ അവിടെ ഒരു പുതിയ ഷോപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ എന്റെ കട എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സ്ഥാപനം, ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, ഒരു ടേബിളിനെ കാട്ടി അല്പം കൂടെ വീതിയും അതിന് അനുസരിച്ചുള്ള ഒരു ഉള്ളിലേക്ക് ഒരു ചെറിയ അത്രയേ ഉള്ളൂ വിസ്താരമേ ഉള്ളായിരുന്നു ആ കടയ്ക്ക്. കട നിറച്ച് കുറഞ്ഞതും കൂടിയതുമായ ചെരുപ്പുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരൊക്കെ വന്ന് നോക്കിയപ്പോൾ ഈ കട കണ്ടപ്പോൾ ഈ കട മുഖാന്തരമാണ് നമ്മുടെ ബിസിനസ് കുറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കടയിൽ നിന്ന് 2 ഷോപ്പിന് മുമ്പിൽ അടുത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ വലിയൊരു ടെക്സ്റ്റൈൽസ് കാലിയായി പോയപ്പോൾ ആ ദേശത്ത് ഒരു വലിയ ചെരുപ്പ് മുതലാളി വന്ന് ആ കട വാടകയ്ക്കെടുത്ത ശേഷം അവിടെ അതിനകം അവർ ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തു, നന്നായിട്ട് സ്റ്റോക്കുകൾ കൊണ്ടുവന്ന് നിറച്ചു. സ്റ്റോക്കുകളൊക്കെ കൊണ്ടുവന്ന് നിറച്ച് 3-4 സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് ഇവര് നല്ല രീതിയിൽ ആ സ്ഥാപനം ആരംഭിച്ചു. അപ്പോൾ ആ ദേശവാസികൾ പറഞ്ഞു, അവിടെയൊക്കെ അണ്ണന്റെ കടയെന്നാണ് എന്റെ കടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അണ്ണന്റെ കട പൂട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നമ്മുടെ കടയിൽ വളരെ സ്ഥലക്കുറവുണ്ട്, കുറച്ച് കളക്ഷനേ ഉള്ളൂ. എന്നാൽ തൊട്ടടുത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം വന്നിരുന്നു. അപ്പോൾ അത് വലിയ ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഇത്രയും സ്റ്റാഫുകളെയൊക്കെ വെച്ച് സ്ഥാപനം തുടങ്ങിയപ്പോൾ ഇത് എന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ദേശവാസികൾ കരുതി. എന്നാൽ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. കാര്യം ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്, മറ്റു മാർഗമൊന്നുമില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ ഇത് വെച്ചാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ ആ ഒരു വിഷയം ദൈവസന്നിധിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒന്നും ഞങ്ങളുടെ ഒരു ബിസിനസ്സിനെയും അത് ബാധിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അന്നേരം ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിച്ചു പോകാൻ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായത് ആ സ്ഥാപനത്തിൽ നിന്നും തന്നെ കിട്ടുന്ന രീതിയിൽ ദൈവം അതിനെ ക്രമീകരിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു അത്ഭുതം അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് ശേഷം ഈ സ്ഥാപനം അവിടെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി എന്റെ കടയുടെ വാതിക്കൽ വന്ന് എന്നോട് സംസാരിച്ചു. ആദ്യമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് കട ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചാൽ അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ വളരെ ബിസിനസ് പ്രതീക്ഷിച്ചാണ് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചത്. എനിക്ക് യാതൊരുവിധ ബിസിനസ്സുകളും ചെയ്യുവാൻ പറ്റുന്നില്ല. എൻ്റെ 3 സ്റ്റാഫ് ഉണ്ട്, ഇപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കുവാനും പറ്റുന്നില്ല, എനിക്ക് ബിസിനസ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കട കാലിയാക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം അന്ന് തന്നെ സാധനങ്ങളൊക്കെ അവർ ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോയി. ആ സ്ഥാപനം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു.
ആ സ്ഥാപനം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ഞാനും എൻ്റെ സാധനങ്ങളും എൻ്റെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളുമായിട്ട് ആ കടയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ബിസിനസ് ചെയ്യുവാൻ, പിന്നെ ആ ദേശം വിട്ടു പോരുന്നിടം വരെ ആ കടയിൽ ബിസിനസ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ശത്രുക്കളുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമാണ്. അതായത് എനിക്ക് ആ ഒരു ദൈവസ്നേഹം എനിക്ക് അവിടെ വെച്ചാണ് ആ ദൈവത്തിന്റെ ഒരു കരുതൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഒരുപറ്റം ആളുകൾ കടന്നു വന്നു അവിടെ ഒരു വലിയ സ്ഥാപനം ആരംഭിച്ചിട്ട് പോലും സ്വർഗത്തിലെ ദൈവം എനിക്ക് തുണയായിരുന്നു. അത് ആ ദൈവത്തിന്റെ കരുതൽ ഒരിക്കലും നമുക്കത് ആളുകളുടെ മുമ്പിൽ പറയാതിരിക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ പോലും ചിലപ്പോൾ എന്നെ കരുതുകയും ഇങ്ങനെ മുന്നോട്ട് നടത്തുകയും എനിക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഒരു കരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ദൈവവേലയ്ക്ക് ഇറങ്ങണം എന്നൊരു ആഗ്രഹം നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ വെച്ച് അന്ന് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തു. എനിക്ക് ദൈവവേല ചെയ്യുവാൻ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഒത്തിരി നാളുകളായിട്ട് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസിന് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം അതിന്റെ അഡ്മിഷന് വേണ്ടി, അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്, അവിടുത്തെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്രമീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിച്ചു, ഞങ്ങളെ മടക്കി അയച്ചു. ഞങ്ങൾ വീട്ടിൽ വന്നു ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ ആ ഫസ്റ്റ് ബേബി, ആദ്യത്തെ കുഞ്ഞ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ കുഞ്ഞ് ഏകദേശം ഞങ്ങൾ അന്നേരം ഒരു 8-9 വയസ്സ് വരെ അതിനെ വളർത്തുവാൻ ഒരു ഭാഗ്യം ദൈവം തന്നു. പക്ഷെ അതിന് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് സംസാരിക്കത്തില്ലായിരുന്നു, നടക്കത്തില്ലായിരുന്നു, ഒരേ രീതിയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ കുഞ്ഞാണ് ഒരു മുഖാന്തരമായത്. അപ്പോൾ ഞങ്ങളുടെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് തമ്പുരാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ആ കുഞ്ഞിനെ ആ തമ്പുരാൻ തിരികെ തന്നിലേക്ക് വിളിച്ചു ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് അന്ന് ഞങ്ങളുടെ ആ തീരുമാനത്തെ സ്വർഗം മാനിച്ചു. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ഒരു കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ അവിടെ ബോംബെക്ക് അടുത്തൊരു സ്ഥലത്ത്, ബദലാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ബൈബിൾ കോളേജിൽ ചേർന്നു. അവിടെ DTH ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടും വൈഫ് എൻ്റെ ഈ സ്ഥാപനം നോക്കിക്കൊണ്ട് വൈഫ് ദേശത്ത് അവിടെ പ്രദേശത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ കടയിൽ നോക്കി. അങ്ങനെ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് വേറൊരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ മാതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 2019 എൻ്റെ മാതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഭവനത്തിൽ വന്ന് വൈഫൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്ത് ഞങ്ങൾ ദേശത്തേക്ക് കടന്നു വന്നു. ദേശത്ത് കടന്നു വന്നപ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഞാൻ ഏക മകനാണ്. അപ്പോൾ എനിക്കൊരു സഹോദരിയുണ്ട്, അത് ആൺമകനാണ്. അപ്പോൾ ഞാൻ വന്ന ശേഷം കർമ്മങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രദേശത്ത് ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പെന്തക്കോസ്ത് കുടുംബമില്ല. പെന്തക്കോസ്ത് വിശ്വാസം എന്താണെന്ന് ഞങ്ങളുടെ ബന്ധുക്കളിൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണെന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അതുവരെ ഒരു അറിവില്ല. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ 8 വർഷം കുവൈറ്റിലും, പിന്നെ ഇപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങൾ പൂനെയുടെ അടുത്തൊരു സ്ഥലത്തും താമസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളുമായിട്ട് ഇവർക്ക് ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിത രീതികളൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്, അത് മാത്രമല്ല ഞാൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കർമ്മം ചെയ്യുവാൻ എനിക്ക് സാധിക്കത്തില്ല, നിങ്ങൾ അതിന് എന്തെങ്കിലും ക്രമീകരണം വരുത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ ഹൈന്ദവ പാരമ്പര്യം പിന്തുടരുന്ന കുടുംബമാണ്. വലിയ ഇഷ്യൂസും വിഷയങ്ങളും ഒക്കെ കടന്നു വന്നു. എന്നോട് പലരും കയർക്കുന്ന രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ വന്നുവെങ്കിലും അന്ന് അച്ഛൻ ഉണ്ടായിരുന്ന കാലമായിരുന്നുകൊണ്ട് അച്ഛൻ ആ വിഷയങ്ങളൊക്കെ ഇടപെട്ട് ക്രമീകരിച്ച് എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ എനിക്ക് പകരമായിട്ട് കർമ്മങ്ങൾ ചെയ്തു. എങ്കിലും ഞങ്ങൾ അവിടെ ഒരുപാട് നിന്നാപാത്രമായി, കുടുംബക്കാരുടെയും ആളുകളുടെയൊക്കെ മുമ്പിൽ ഞങ്ങളെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. അങ്ങനെ ഞാനും കുടുംബവുമായിട്ട് മടങ്ങി ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക്, ബോംബെക്ക് അടുത്തേക്ക് ഞങ്ങൾ വീണ്ടും മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ മടങ്ങി പോകുന്ന വഴി ഞങ്ങൾ അവിടെ ചെന്നതിന് പുറകെ തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്നും കുറച്ച് ബന്ധുക്കൾ ഞങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് ആ ദേശത്തേക്ക് വന്നു. ആ ദേശത്തേക്ക് വന്നിട്ട് അവർ ഒരു കാര്യം മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത്. മാതാവ് ഈ ഭവനം, താമസിക്കുന്ന ഭവനം
നിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിതാവിനെ നോക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം നിന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് ദേശത്തേക്ക് വരണം, വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ബലാത്കാരമായിട്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥാപനം നിർത്തിച്ച് അത് വേറൊരാൾക്ക് കൈമാറി ഞങ്ങളെ ഇങ്ങ് തിരിച്ച് ഞങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളുടെയും എൻ്റെ പിതാവിന്റെയും ഒക്കെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് ഇവർ തിരികെ ഇവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇവർ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ വിശ്വാസ രീതികൾ ഇവർ വിട്ടുകളയും, ഇവര് വീണ്ടും നമ്മുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങി വരും എന്നൊരു ചിന്തയിലാണ് ഇവരത്രയും ഒക്കെ പ്രവർത്തിച്ചത്. പക്ഷെ ഇവിടെ ദേശത്ത് കടന്നു വന്നതിന് ശേഷം എൻ്റെ പിതാവ് ഒരു ദേവസ്വം ബോർഡിന്റെ കോൺട്രാക്ട് എടുത്തിട്ട് ഈ ക്ഷേത്രങ്ങളിലെ ഈ എണ്ണപ്പുരകളൊക്കെ നടത്തുന്ന ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് കൂടെ ചെയ്തു. ഇപ്പോൾ ഇവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിലെ ഈ ബിസിനസ് ഏറ്റെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അവിടുത്തെ ഏതെങ്കിലും ഒക്കെ സ്ഥാപനത്തിൽ എനിക്ക് അതിനുള്ള ശമ്പളം തരാം, അല്ലെങ്കിൽ നീ അതെല്ലാം നോക്കി നടത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി നാളായി ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന അമ്പലത്തിൽ പോയിരുന്ന എണ്ണയോ ചന്ദ്രത്തിരിയോ കത്ത് വിറ്റ് ഒരു ജീവിക്കുവാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ വരുത്തില്ല എന്ന രീതിയിൽ ഞാൻ തറപ്പിച്ച് പിതാവിനോട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഭവനത്തിൽ ഞങ്ങൾ ഒരു വലിയ പ്രതികൂലത്തിലേക്ക് കടന്നുപോയി. അതായത് പിതാവ് മുന്ന് അപ്പോൾ പിതാവ് ആ ഭവനത്തിൽ പിതാവിന്റെ കാലശേഷമാണ് മാതാവ് ഭവനം എൻ്റെ പേരിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അതിലുള്ളത് കൊണ്ട് എനിക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഞാനും കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ഈ ഏകദേശം 18 വർഷക്കാലമായിട്ട് ഞാൻ ആ ദേശത്ത് താമസിക്കാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് അതായത് 2001 മുതൽ 2019 വരെ 18 വർഷമായിട്ട് ഞാൻ വിദേശത്തും പലവിധമായ ജോലികളായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ദേശത്ത് വലിയ ബന്ധങ്ങളില്ല. ദേശത്ത് പുതിയ തലമുറകളെ ആർക്കും എന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളൊരു വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ദേശത്ത് ഒരു ആരാധനാലയത്തിൽ പോയിട്ട് ഞങ്ങളുടെ ഇവിടെയും ആരാധന ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയുള്ള പരിചയം, ദേശത്ത് വിശ്വാസികളുമായിട്ട് വലിയ പരിചയമില്ല. ഇങ്ങനെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അന്ന് ഞങ്ങളുടെ പേരിൽ ഒരു 5 സെന്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ വേറൊരു സ്ഥലത്ത് ചേർന്ന ഒരു സൈഡിൽ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷെഡ് വെച്ച് ഞങ്ങൾ അവിടെ താമസിച്ചു തുടങ്ങി. അപ്പോൾ പിതാവ് ഭവനമെല്ലാം അടച്ചിട്ടുണ്ട്, അദ്ദേഹം ആ ഭവനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഞങ്ങള് ഈ ഷെഡിൽ താമസിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമായി അപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒരു ജീവിതമാർഗം കണ്ടെത്തുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ ഇട്ട് കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നത്. അപ്പോൾ പിന്നീട് ഞങ്ങൾ പല തൊഴിലുകളും ഇവിടെ ചെയ്യേണ്ടി വന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് അന്ന് ദേശത്ത് കൊറോണ എന്ന് പറയുന്ന വലിയ ഒരു മഹാമാരി ഒരു 2-3 വർഷക്കാലം അതിന്റെ ബുദ്ധിമുട്ട് ലോകത്ത് വലുതായിരുന്നു. 2019 മുതൽ അവസാനം മുതൽ അത് ഒരു വലിയ ഇതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. കുഞ്ഞിനെ ഇവിടെ ഒരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ ഒക്കെ തുടങ്ങിയായിരുന്നു, മൂത്ത കുഞ്ഞിനെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണം. അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു, പല തൊഴിലുകളും ചെയ്തു നോക്കി. അതിലൊന്നിലും ഞങ്ങൾക്കൊരു ഒരു സംതൃപ്തിയാകും അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. ഞങ്ങൾ പച്ചക്കറികൾ ഇങ്ങനെ ചെറിയ കവറുകളിലാക്കി ദേശങ്ങളിലൊക്കെ വണ്ടിയെ കൊണ്ട് സ്കൂട്ടറിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു വിറ്റുമൊക്കെ ചെറിയ രീതിയിലൊക്കെ പലതും ചെയ്ത് പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ കയ്യിൽ മൂലധനം ഇല്ലാതാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കുള്ളതൊക്കെ ഇങ്ങനെ ഈ പലയിടങ്ങളിലായിട്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പലതും പലരിൽ നിന്നും കടം വാങ്ങിച്ചൊക്കെയാണ് ഞങ്ങൾ ചെറുതും വലുതുമായ സംഖ്യകൾ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇത് തുടങ്ങിയത്. ഒന്നാമത് സ്വതന്ത്രമായിട്ട് എങ്ങും പോയി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യം, പലപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണുകളിലൊക്കെ വരുന്നത് കൊണ്ട് പലയിടത്തും യാത്രയ്ക്കൊക്കെ തടസ്സങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അതായത് കൊറോണ എന്ന് പറയുന്ന ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കുടുംബം ചിലപ്പോൾ ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളായിരുന്നു. അതായത് കൊറോണ എന്ന രോഗം 3 വർഷത്തോളം ഈ ലോകത്തുണ്ടായിരുന്നിട്ട് ഞങ്ങൾ ഒരു സാനിറ്റൈസർ പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ എല്ലാ ദിവസവും ഞങ്ങൾ ആളുകളുമായിട്ട് കടന്നു പോവുകയും ആളുകളോട് ഈ പച്ചക്കറി കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാനിറ്റൈസർ വാങ്ങിച്ച് വീട്ടിൽ വെക്കുവാനുള്ള സാമ്പത്തികം അന്ന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് ഒരു അവസ്ഥ മോശമായിരുന്നു. അപ്പോൾ എന്നാലും ഞങ്ങളുടെ ബന്ധുക്കളുടെയോ കുടുംബക്കാരുടെയോ ചർച്ചക്കാരുടെയോ ആരുടെ അടുക്കൽ പോയി കരനീട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയില്ല. ദൈവത്തിന് സ്വന്തം അന്നത് ആവശ്യമുള്ളതൊക്കെ തമ്പുരാൻ തരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു അതിശയോക്തിയായിട്ട് പറഞ്ഞല്ല, അത് യാഥാർത്ഥ്യമാണ്.
ഞാൻ ആദ്യമായിട്ടൊരു സാനിറ്റൈസർ വാങ്ങുന്നത് 3-ാം വർഷം അവസാനം സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുമ്പോൾ കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് സാനിറ്റൈസർ വാങ്ങുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ഭയങ്കരമായ കടഭാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഭയങ്കരമായ കടഭാരം എന്ന് പറഞ്ഞാൽ 3-4 ലക്ഷം രൂപയോളം കടമായി. നമ്മൾ ഇങ്ങനെ ഒരു കൊറോണയുടെ ഏകദേശം അവസാന ഘട്ടത്തിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ദേശത്തൊരു സ്വതന്ത്ര സഭയെ പരിചയപ്പെടുകയും അവരുമായിട്ട് അത് കണ്ടെത്തി. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ അകലെ പോകുന്ന ഒരു സഭയിൽ അങ്ങനെ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഞങ്ങൾ ആ സഭയിൽ പിന്നീട് അവിടെ ഈ കൊറോണയ്ക്ക് ശേഷം മീറ്റിങ്ങുകൾ ആരംഭിച്ചപ്പോൾ അവിടെ ഞങ്ങള് മീറ്റിങ്ങിനായിട്ട് കടന്നു പോകാൻ തുടങ്ങി. അതൊരു 9 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഏകദേശം ഒരു 16 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ പെന്തക്കോസ്ത് പ്രവർത്തനം ഇപ്പോഴും ഇല്ല, അന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആ സഭയിലേക്ക് ഞങ്ങൾ ആരാധനയ്ക്കായിട്ട് കടന്നു പോകാൻ തുടങ്ങി. ആ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഞാനൊരു അവിടുത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ ചേർന്നു. ഞാൻ അവിടെ ഏറ്റവും പുറകിലത്തെ ഡ്രോയിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത് ദൈവദാസൻ ഇറങ്ങി വന്നിട്ട് എന്നോട് ഇങ്ങനെ പുറകോട്ട് ഇറങ്ങി നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ആ ഒരു കോളിങ്ങിനെ കുറിച്ച് വീണ്ടും ഒരു ചിന്തയുണ്ടായത്. എന്നെ തമ്പുരാൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇത് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ഞാനന്ന് അത്യാവശ്യം ഒരു അരമണിക്കൂർ സമയം അവിടെ നിന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വീണ്ടും ഈ ആഗ്രഹം വീണ്ടും കടന്നു വരുവാൻ തുടങ്ങി. ദൈവവേല ചെയ്യണം. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇത് പഠിക്കുവാൻ, ഞാൻ ആദ്യം ഒരു പഠനത്തിന് ഇറങ്ങിയിട്ട് അത് പൂർത്തിയാക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് വ്യവസ്ഥ പ്രകാരം നല്ല രീതിയിൽ ഒരു കോഴ്സ് ചെയ്തിട്ട് വേണം ദൈവവേലയ്ക്ക് ഇറങ്ങുവാൻ എന്നായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ഞാനൊരു വിവാഹത്തിന് കടന്നുപോയി. ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിന്റെ ഒരു വിവാഹം, അത് പെന്തക്കോസ്ത് ഫാമിലി ആയിരുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ വന്ന ചില ദൈവമക്കൾ എന്നോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ അതിലൊരു ദൈവദാസനാണ് എന്നോട് പറഞ്ഞത്, പായിപ്പാട് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെമിനാരി ഉണ്ട്, നിങ്ങൾക്ക് ഡെയിലി പോയി വരാൻ സാധിക്കും. അപ്പോൾ ഈ സെമിനാരി ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വൺ സൈഡ് 40 കിലോമീറ്റർ ഉണ്ട്. എങ്കിലും അവർ നിങ്ങളുടെ സാഹചര്യമൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ പോയി വരുവാൻ സഹായിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പ്രതികൂലത്തിന്റെ നടുവിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അത് അവരോട് പറഞ്ഞാൽ സഹായിക്കും. അതുകൊണ്ട് അവിടെ ചേരുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടി അവിടെ പോയി അഡ്മിഷൻ എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരുപാട് മാനുഷിക ഉപദേശങ്ങൾ ഞാൻ കേട്ടു. ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകുന്ന സഭയിൽ നിന്ന് പോലും പലരും എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്, ഒട്ടും ശരിയായ തീരുമാനമല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നു. ദേശത്ത് നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങളെ കേറ്റാത്ത സാഹചര്യം, കുഞ്ഞുങ്ങൾ 2 പേര് പഠിക്കുന്നു, അവർക്ക് ഒരു കുഞ്ഞ് പഠിക്കുന്നു, ഒരു കുഞ്ഞിനെ ഇത്തവണ ചേർക്കണം, അപ്പൊ അവർക്ക് അതിനുള്ള സാമ്പത്തികം നിങ്ങളിലില്ല. ഇതിനോടൊപ്പം നിങ്ങൾ കൂടെ ഒരു ബൈബിൾ പഠിക്കുവാനായിട്ട് ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാജയപ്പെട്ടു പോകും. ഇങ്ങനെ പലരും എന്നോട് സ്നേഹത്തോടെ പലരും ഉപദേശിച്ചു. ഒരിക്കലും ഇപ്പോൾ തീരുമാനം എടുക്കരുത്. എന്നോട് പറഞ്ഞത്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറിയ ശേഷം നിങ്ങൾ ദൈവവചനം പഠിക്കുവാനായിട്ട് ഇറങ്ങും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങൾ ആ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി നിൽപ്പുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് അവിടെ ക്ലാസ്സുകളൊക്കെ നിലച്ചെങ്കിലും അവർ അവസാനം ഒരു 3 വർഷം, ആ കൊറോണയുടെ അവസാനത്തെ 3 മാസത്തോളം അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പഠിപ്പിക്കുക, അവർക്ക് ഫീസ് പെൻഡിങ് ആയിട്ട്, ഒരു CBSE സ്കൂളായിരുന്നു, 25,000 രൂപയോളം അവർക്ക് ഫീസ് അടച്ചെങ്കിൽ മാത്രമേ അടുത്ത ഒരു പഠനത്തിലേക്ക് കടക്കുവാനായിട്ട് കുഞ്ഞിനെ അവർ അഡ്മിഷൻ തരുവുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മാർഗമില്ല. പിന്നെ ഒരു രണ്ടാമത്തെ കുഞ്ഞിന് LKG ചേർക്കുവാനുള്ള പ്രായം കഴിഞ്ഞു, അതിന് കുഞ്ഞിനെ ചേർക്കുവാനും പറ്റില്ല. ഈ 2 വിഷയങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ദൈവവേലയ്ക്ക് ഇറങ്ങുവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അവസാനം ഞാനും വൈഫും ഒരു തീരുമാനത്തിലെത്തി, നമുക്ക് കുഞ്ഞുങ്ങളെ സർക്കാർ സ്കൂളിൽ ചേർക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം 2 മക്കളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള മാർഗമില്ല. ഇളയ കുഞ്ഞിനെ ഇപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു നല്ല സംഖ്യ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം, അതിന് നമ്മളെ കൊണ്ട് മാർഗമില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മളൊരു സർക്കാർ സ്കൂളിൽ ചേർക്കുകയാണ്, കുഴപ്പമില്ല, പുസ്തകമൊക്കെ അവിടെ നിന്ന് കിട്ടും, തൽക്കാലം ഫീസ് ഇല്ല,
ഇപ്പൊ ഡിപ്പോസിറ്റ് വേണ്ട. ഇങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ എന്നാ കുഞ്ഞുങ്ങളുമായിട്ട് അടുത്തൊരു സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടുത്തുണ്ട്, സർക്കാർ സ്കൂളുണ്ട്, അവിടേക്ക് പോകാം എന്ന് വെച്ച് ഇറങ്ങുവാൻ നേരത്ത് എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്നെ അങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുകയൊന്നും ചെയ്യാതെ ഞങ്ങളുടെ ഒരു ബന്ധു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ചേർക്കുന്ന കാര്യം വല്ലതും തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ 7,000 രൂപയുണ്ട്, 7,000 രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പിതാവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പിതാവ് ഒരു 10,000 രൂപ നിങ്ങൾക്ക് തരും, അതുകൊണ്ട് നിങ്ങൾ പോയി എന്തെങ്കിലും ചെയ്യി അതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്കൊരു 10,000 രൂപ തന്നു. അങ്ങനെ ഈ 17,000 രൂപയും കൊണ്ട് പെട്ടെന്ന് ഞാൻ വൈഫിനോടൊരു എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മൂത്ത കുഞ്ഞ് ഇത്രയും കാലമായിട്ട് CBSE തന്നെ പഠിച്ചു വരികയാണ്, അവൾ അത് തന്നെ തുടരട്ടെ, നമുക്ക് ഇളയ കുഞ്ഞിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ സർക്കാർ സ്കൂളിൽ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ഒരു പഴയ ഒരു ആപ്പ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ആപ്പയ്ക്കകത്ത് ഞങ്ങൾ 3 പേരും കൂടെ കയറിയിട്ട് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ ഉദ്ദേശിച്ച, ഈ മൂത്ത മകളെ ചേർക്കുവാൻ ഉദ്ദേശിച്ച CBSE സ്കൂളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ 13,000 രൂപ ഡിപ്പോസിറ്റ് അവള് റിട്ടേൺ ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായിട്ട് അവൾക്ക് അവിടെ അഡ്മിഷൻ എടുത്തു. അപ്പോൾ അവൾക്ക് ബുക്കും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു, എല്ലാം ടെക്സ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു 3,000 രൂപയോ 2,500 രൂപയുടെ മിച്ചമുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇളയ കുഞ്ഞിനെ തിരിച്ചു വരുമ്പോഴേ സർക്കാർ സ്കൂളിൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ ചേർക്കാം എന്നുള്ളൊരു ധാരണ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് എന്നോട് വന്ന് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ ചേർക്കാൻ പറഞ്ഞു. എത്ര പേര് ചേർക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു 2 പേരുണ്ട്, പക്ഷെ ഒരാളെ ചേർക്കാനുള്ള മാർഗമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇല്ല. അപ്പോൾ അദ്ദേഹം അതൊരു ജ്യോതി നികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂളായിരുന്നു. ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളിന്റെ ഭാര്യയെ കാണിച്ചിട്ട് പറഞ്ഞു, ആ മാഡം ആണ് ഇവിടുത്തെ മാനേജര്, ആ മാഡത്തിനോട് സംസാരിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് ചിലപ്പോൾ അവരൊരു സഹായം. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്, കാത്തലിക് മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ വൈഫിനെ വിളിച്ച് ആ മാഡത്തിനോടൊന്ന് സംസാരിക്കാനുള്ളത്. ആ മാഡം അതിനോട് ചെന്ന് നമ്മുടെ അവസ്ഥ പറഞ്ഞു, ദൈവവേലയാണ്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ ചേർക്കാനായിട്ട് വന്ന ഒരാളെ ചേർക്കാനുള്ള പൈസയേ ഉള്ളൂ പറഞ്ഞു. അത് അടച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞിന് യൂണിഫോമിന് വെച്ചിരിക്കുന്ന 2,500 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ മാഡം ഞങ്ങളോട് പറഞ്ഞ ഇത്രയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, കുഞ്ഞിന് യൂണിഫോം 1 മാസം കഴിഞ്ഞ് മേടിച്ചാൽ മതി, 1 മാസം കഴിഞ്ഞ് മേടിച്ചാൽ മതി. ഈ പൈസ കൊണ്ട് നിങ്ങൾ ഇളയ കുഞ്ഞിന്റെ ടെക്സ്റ്റ് ബുക്കിനുള്ള പൈസ ഇവിടെ അടയ്ക്ക്, അത് വാങ്ങിച്ചിട്ട് ആ കുഞ്ഞിന് അഡ്മിഷൻ എടുത്ത് ഡിപ്പോസിറ്റ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാലത്ത് കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ദൈവകൃപയാൽ അവർ ഇതുവരെ ചോദിച്ചിട്ടുമില്ല, നമ്മളത് കൊണ്ട് കൊടുത്തിട്ടുമില്ല. സോ ഞാനത് അങ്ങനെ പറഞ്ഞല്ല, അങ്ങനെ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെ 2 കുട്ടികൾക്കും ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുവാനുള്ള ഒരു സാഹചര്യം സ്വർഗത്തിലെ ദൈവം ചെയ്തു. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ വൈഫുമായി കടന്നുപോയി ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ MDവിന് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തപ്പം ഇതാണ് സാഹചര്യം. 39 കിലോമീറ്ററോളം വൺ സൈഡ് ദൂരമുണ്ട്, നമ്മൾ ഡെയിലി പോയി വരണം, നമ്മുടെ കയ്യിൽ വാഹനമില്ല, ഒരു വാഹനമുണ്ട്, അതിന് ബുക്കും പേപ്പറും ഇല്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെ പോകും? അങ്ങനെ ഒരു കാര്യവും ആലോചിച്ചില്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം ക്രമീകരിച്ചു. അടുത്ത ദിവസം പോയി അവിടെ പോയി അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്ത ശേഷം അതിന്റെ അടുത്ത ദിവസം മുതൽ റെഗുലർ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് ഈ വാഹനം അച്ഛൻ്റെതായിരുന്നു. ഈ വാഹനം അച്ഛൻ അങ്ങ് എടുത്തുകൊണ്ടുപോയി. അച്ഛൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അങ്ങനെ വാഹനവുമായിട്ട് അച്ഛൻ പോയി. അപ്പോൾ പെട്ടെന്ന് യാത്ര തടസ്സപ്പെട്ടു, കടന്നു പോകാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു. എങ്കിലും ഞാനത് പിന്മാറിയില്ല. ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത് പോകുവാൻ തുടങ്ങി. അപ്പോൾ ഒരു 6:30 ആകുമ്പോൾ ബസ്സിൽ കയറി ഇരുന്നെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് തിരുവല്ലയിൽ ചെല്ലണം. തിരുവല്ലയിൽ നിന്ന് ഒരു 7:45 ആകുമ്പോൾ തിരുവല്ലയിൽ ചെല്ലും. അവിടെ നിന്നും അടുത്ത ബസ്സിന് കയറി പായിപ്പാട് ഇറങ്ങി പായിപ്പാട് നിന്ന് 2-1.5 കിലോമീറ്ററോളം നടന്ന് നമ്മൾ സെമിനാരി ചെല്ലും. തിരിച്ചു വരുമ്പോൾ അവിടെ ബസ്സിൽ വരുന്ന ഏതെങ്കിലും ആളുകൾ അത് കേട്ടിട്ട് അവര് നമ്മളെ കൊണ്ടുവന്ന് തിരുവല്ല സ്റ്റാൻഡിൽ എത്തിക്കും. തിരുവല്ല സ്റ്റാൻഡിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ബസ് കയറി വരും. ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഭവനത്തിൽ തിരിച്ചു വരും. ഇങ്ങനെ ഈ ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന ആ ഷെഡിൽ തന്നെയായിരുന്നു ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഷെഡ് വെച്ച് അവിടെ ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞങ്ങൾ വലിയ കടഭാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പലരും ഈ കടക്കാരൊക്കെ നിരന്തരമായിട്ട് വന്ന് ശല്യപ്പെടും. എല്ലാം ഈ ഡെയിലി കളക്ഷനാണ്. ചെറിയ
വലിയ പലിശക്കാരുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യകൾ വാങ്ങിച്ചിട്ട് ഡെയിലി അടച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കട. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഞങ്ങള് ഒന്നും ചെയ്യുന്നില്ല, കട ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്നു, ഞാൻ സ്ഥലത്തില്ല പകൽ സമയങ്ങളിൽ. ഇവരൊക്കെ വന്ന് സംസാരിക്കുവാൻ തുടങ്ങി, പലതും ബഹളത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. അന്ന് ഞങ്ങള് വിശ്വാസത്താൽ ഒരു കാര്യം പറഞ്ഞു. വിശ്വാസത്താൽ പറഞ്ഞാണ്, എനിക്ക് തിരുവല്ലയിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടി, ശമ്പളം കിട്ടിയിട്ട് നിങ്ങളുടെ കാശ് തരാം എന്ന് ഒരു പറഞ്ഞു. അപ്പൊ ഒരു മാസത്തെ സാവകാശം കിട്ടുമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തു, ഇങ്ങനെയാണ് ബിസിനസ് ഒക്കെ ചെയ്തിട്ട് നഷ്ടമാണ്, ഇങ്ങനെ നമ്മൾ കടക്കാരോട് പറഞ്ഞു. ഇങ്ങനെ കടക്കാരോട് പറഞ്ഞപ്പോൾ അപ്പോൾ എന്റെ കേട്ടുകൊണ്ടിരുന്ന വൈഫ് എന്നോട് പറഞ്ഞു, ജോലി കിട്ടിയെന്നല്ലേ പറഞ്ഞത്, നമ്മൾ ദൈവവചനം പഠിക്കാൻ പോവാണല്ലോ, തീർച്ചയായിട്ടും ദൈവം ശമ്പളം തരും എന്ന് പറഞ്ഞു. അത് വളരെ അത്ഭുതകരമായിട്ട് ദൈവം വഴി നടക്കുവാൻ തുടങ്ങി. അത് ഏകദേശം ഒരു 3-4 മാസങ്ങൾ കൊണ്ട് ഈ കടങ്ങൾ പൂർണ്ണമായിട്ടും വീട്ടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അപ്പോൾ എന്റെ ബന്ധുക്കൾ പോലും ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തെന്നാണ് അന്ന് മുതൽ ഇന്ന് വരെയും അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തിരുവല്ല പ്രദേശത്ത് എവിടെയോ ജോലിയുണ്ട്, ഞാൻ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു, ഇങ്ങനെയാണ് അവരത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇപ്പോഴും ഫാസ്റ്റ് കെയർ കൗൺസിലിംഗിൽ, ഞാൻ ഇപ്പോഴും ഫാസ്റ്റ് കെയർ ആൻഡ് കൗൺസിലിംഗിൽ MDH ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നും ഈ പറഞ്ഞ പോലെ രാവിലെ പോവുകയും വൈകിട്ട് മടങ്ങി വരികയും ചെയ്യുന്നത് കൊണ്ട് ഈ ദേശക്കാരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലിയുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നു എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അപ്പോൾ ഈ പൈസ അത്ഭുതകരമായിട്ട് കൊടുത്തു തീർക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. കാര്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, ഞാൻ പോയി വരുന്നു, ഞങ്ങൾ ജീവിക്കുന്നു. ഇതൊക്കെ ദിവസത്ത് കാണുന്നതോട് അവർ ചിന്തിച്ചത് ഇവർക്ക് എവിടെയോ ജോലി കിട്ടി, ശരിയാണ്. അവർക്ക് മാനുഷികമായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും. ദൈവം വഴി നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയോട് പറഞ്ഞാൽ ദൈവം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ അവിശ്വാസികളായ ദേശവാസികളോട് അങ്ങനെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അങ്ങനെ ഞങ്ങള് ഏകദേശം ഒരു വർഷം അവിടെ പൂർത്തിയായി ആ വെക്കേഷന്റെ സമയത്ത്, അപ്പം ഞങ്ങൾ പിതാവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. അങ്ങനെ പോകുന്ന സമയത്ത് പിതാവിന് ശരീരത്തിന് സുഖമില്ലാത്ത ഒരു സാഹചര്യം വന്ന് പിതാവ് ഒരു ഓപ്പറേഷന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓപ്പറേഷൻ ചെയ്തേ മതിയാകൂ എന്നുള്ള ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഇങ്ങനെ കടന്നു വന്നപ്പോഴത്തേക്ക് 2023 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആ സംഭവം നടന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, സഹോദരങ്ങൾ പലരും അദ്ദേഹത്തോട് ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ആലോചിച്ചത്. പക്ഷേ ആ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും പിന്മാറിയ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടെന്നാ നീ വരാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി. അങ്ങനെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഏകദേശം 10 ദിവസങ്ങൾ അദ്ദേഹം അഡ്മിറ്റ് ആയിട്ട് ഓപ്പറേഷൻ നടന്നു. ആ സമയങ്ങളിലൊക്കെ പിതാവിനോടൊത്ത് ആയിരിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അത് പിതാവിനെ ശുശ്രൂഷിക്കുവാനൊക്കെ ഉള്ള അവസരം ദൈവം ചെയ്തു തന്നു. 10-11 ദിവസം അദ്ദേഹം അഡ്മിഷനായി. ഏകദേശം ആ ഓപ്പറേഷന്റെ സമയം അങ്ങനെയൊക്കെയാണ് ഞാൻ ചില ബന്ധങ്ങളുടെയൊക്കെ ആ വില കുറവുകൾ എനിക്ക് മനസ്സിലായത്. ആ ഓപ്പറേഷൻ തീരുമാനിച്ച് രാത്രിയിൽ ഓപ്പറേഷൻ ആണെന്ന്, രാത്രി 10 മണിക്കോടുകൂടി ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന് അറിഞ്ഞു ഞാൻ പലരെയും ബന്ധപ്പെട്ടു. നിങ്ങളൊന്ന് ഇവിടോട്ട് കടന്നു വരണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ വന്നത് വൈഫിന്റെ മാതാവ് മാത്രമാണ്. ഈ ഓപ്പറേഷന്റെ സമയത്ത് പിതാവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ബെഡിൽ കിടന്നുകൊണ്ട് ചുറ്റുപാട് നോക്കുകയാണ്, ആരെങ്കിലും വന്ന്. ഞാൻ പറഞ്ഞു ആരും വന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 2ാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ട് ആരൊക്കെയോ ഇങ്ങനെ ബന്ധുക്കൾ 1-2 പേര് വന്നു, അവര് കണ്ടിട്ട് കടന്നു. അതിന്റെ അടുത്ത ദിവസവും ഞാൻ ചെന്നപ്പോൾ ഇതേപോലെ അകത്ത് കയറി ചെന്ന് ICUലായിരുന്നു പിതാവ്. ഒരു 4 ദിവസത്തോളം ICUലായിരുന്നു. അപ്പൊ ചെന്ന് കയറിയപ്പോ എന്നോട് ചോദിച്ചു, ആരൊക്കെ ഉണ്ട് വെളിയിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരുമില്ല എന്ന് പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു അത് സാരമൊന്നുമില്ല, അവരൊക്കെ എല്ലാവരും ഇന്നലെയൊക്കെ വന്നല്ലോ, എല്ലാവരും വിവരങ്ങളൊക്കെ പിന്നെ ഫോൺ ചെയ്ത് തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞങ്ങള് വീട്ടിലേക്ക് പിതാവ് ഡിസ്ചാർജ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പിതാവിനോട് കൂടി ഒരു 4-5 മാസക്കാലം ഒരുമിച്ച് പിതാവിനോടൊത്ത് ആയിരിക്കുവാനായിട്ട് ഒരു ഇത് തന്നു. അപ്പൊ അന്ന് എനിക്ക് ഇതേപോലെ ഈ കോളേജിൽ പോവാനായിട്ട് ഒരു നല്ല വണ്ടി വേണം, ഇത്രയും ദൂരം വണ്ടി ഓടിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ വലിയ സമ്പന്നനായ മനുഷ്യൻ, അച്ഛൻ എനിക്കൊരു ബൈക്ക് വേണം, പഴയതായാലും മതി, എനിക്കത് എടുക്കുവാനൊരു സാഹചര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. എൻ്റെ കയ്യിൽ അന്നേരം സാമ്പത്തികം ഇല്ലായിരുന്നു. അപ്പൊ അച്ഛൻ തരും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ചെന്ന് ചോദിച്ചത്. അപ്പൊ അച്ഛൻ ഉടനെ എന്നോട് പറഞ്ഞത്, എന്തിനാ പഴയത് എടുക്കുന്നത്, ഈ ഒരു പുതിയതിന് വില തിരക്ക് എന്ന് പറഞ്ഞു. അപ്പം അച്ഛനല്ലേ ഇത്രയും സമ്പന്നനായ ഒരു മനുഷ്യനാണല്ലോ പറയുന്നത്. ഞാനും വൈഫും കൂടി ഞങ്ങള് ആലപ്പുഴയിലെ ചില ഷോറൂമുകളിൽ കടന്നുപോയി.
ഞങ്ങള് ഈ വണ്ടിയുടെയൊക്കെ വില തിരക്കി. വണ്ടിയുടെയൊക്കെ വില തിരക്കി. ചുമ്മാ ഞങ്ങൾ റോയൽ എൻഫീൽഡിനും പോയി. അവിടെയും വില തിരക്കി. എല്ലായിടത്തും കയറിയ കൂട്ടത്തിൽ അവിടെ തിരക്കി. കാര്യം എന്റെ ഈ പഴയ വണ്ടി ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. അത് അച്ഛൻ എടുത്തുകൊണ്ട് പോയെങ്കിലും അതൊരു 5-6 മാസത്തിന് ശേഷം എനിക്ക് തിരിച്ചു കൊണ്ട് തന്നായിരുന്നു. ആ വണ്ടി കൊടുത്തിട്ട് വാങ്ങിക്കാം എന്നൊരു ധാരണയിലാണ് പോയത്. എന്നാൽ ഞങ്ങൾ അവിടെ പോയെല്ലാം തിരക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിതാവ് ആരോടോ ഈ വിഷയം ഷെയർ ചെയ്തു. ഇങ്ങനെ അവനൊരു വണ്ടി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരു വണ്ടി നോക്കാൻ പോയെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അവൻ കടയിൽ ഉടനെ ചോദിച്ചതാണ്. അവന് അമ്പലത്തിൽ കടയിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ട് അവൻ വന്നിരുന്നു ഇല്ല. അപ്പൊ അവൻ എന്തിനാ വാങ്ങിച്ചു കൊടുക്കുന്നത്? അവന് മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിതാവ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് 2000 രൂപ തന്നിച്ചു പറഞ്ഞു, ആ പഴയ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നീ അത് ശരിയാക്ക്, എന്നിട്ട് അത് കൊണ്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിതാവ് അങ്ങ് പോയി. പിതാവ് കൈവിട്ടു പോയി. അപ്പൊ ഞാനും ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഫോൺ എനിക്ക് വരുന്നത്. അത് റോയൽ എൻഫീൽഡിന്റെ ആലപ്പുഴ വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഫിനാൻസ് എടുക്കാനായിട്ട് എന്റെ ഡോക്യുമെന്റ്സ് ഇല്ല, സാമ്പത്തികമായിട്ട് ഇപ്പം നേരിട്ടാണ്, പിന്നെ ജസ്റ്റ് വന്നപ്പോൾ കയറിയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഇട്ട് തരാം, ഞങ്ങൾ ലോൺ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആധാർ കാർഡ് ഇല്ല. ആക്ച്വലി എനിക്ക് ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് പൂനെ അഡ്രസ്സാണ്, അത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അഡ്രസ്സിലാണ് കിടക്കുന്നത് ഒത്തിരി നാളായി. പിന്നെ എൻ്റെ ഒരു ഇലക്ഷൻ ഐ ഡി ഉണ്ട്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ഒരു കാര്യം, ഇലക്ഷൻ ഐ ഡിയും ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോപ്പി ഇട്ട് തരാൻ പറഞ്ഞു. ഞാൻ അത് സിമ്പിൾ ആയിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ ഉള്ള ID പ്രൂഫ് ഇട്ട് കൊടുത്ത ശേഷം അവർ എന്നോട് പിന്നെ വിളിച്ചിട്ട് ചോദിച്ചത് വീട് ആരുടെ പേരില. ഞാൻ പറഞ്ഞു അച്ഛന്റെ കാലശേഷം എന്റെ പേരിലാണെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അവരുടെ ഇൻസ്പെക്ഷൻ വന്നു, വീടിന്റെ ഫ്രണ്ടിൽ നിർത്തി എന്നെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അപ്പോഴും എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയുമില്ല, ഒരു സാഹചര്യവും ഇല്ല. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അവരെന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ ഒരു 45,000 രൂപ കൊണ്ടുവന്ന് അടച്ചാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ, സാധാരണ ബുള്ളറ്റ് അങ്ങനെയാണ് കിട്ടുന്നത്, ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ബുക്കിംഗ് ക്യാൻസൽ ആയിട്ട് ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്, അത് നിങ്ങൾക്ക് തരാം, നിങ്ങൾ പൈസ കൊണ്ടുവന്ന് അടയ്ക്കുക. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ 45,000 രൂപ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 4,000 രൂപ പോലും ഒന്നും സാധ്യതയില്ലാത്തതാണ്. പക്ഷേ ഇത് വിളിച്ചു പറയുന്ന ഉച്ചയ്ക്കാണ്, ഒരു 12 മണിയോട് അടുത്ത സമയത്താണ്. പക്ഷെ 3 മണിയായപ്പോൾ ആ ഓഫീസിൽ കൊണ്ട് ആ ബുള്ളറ്റിന്റെ ഓഫീസിൽ കൊണ്ട് ഈ പൈസ അടക്കുവാൻ ദൈവം എനിക്ക് വഴിയൊരുക്കുകയാണ്. ആ പൈസ എന്റെ കാര്യങ്ങളിൽ എത്തിച്ചു. ആ പൈസ ദൈവം ക്രമീകരിച്ച് തന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് ആ ഷോറൂമിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ആ ബുള്ളറ്റ് ഓഫീസിൽ ഇരുന്ന ആ പയ്യൻ എന്നോട് പറഞ്ഞു സാറേ രജിസ്ട്രേഷന് ആധാർ കാർഡ് നിർബന്ധമാണ്, ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ശരി ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ആധാർ എൻറോൾ സെന്ററിൽ കയറി ഞങ്ങൾ ഇത് മാറ്റാൻ വേണ്ടി എല്ലാം ശരിയാക്കുവാൻ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അപ്ഡേഷന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്ഡേഷന് വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ആധാർ അപ്ഡേറ്റ് ആയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആധാർ അപ്ഡേറ്റ് ആയി എന്ന് കാണുന്നു. അപ്പൊ ഞാൻ വീണ്ടും വൈഫിനോട് പറഞ്ഞു നമുക്ക് പോയി ആധാർ എടുക്കാം. അന്നേരം തന്നെ വൈഫ് എന്നോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞെന്നാണ് അവർ തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇപ്പൊ പോയി കിട്ടും, ഒരു ദിവസമല്ലേ ആളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല റെഡി ആയിട്ടുണ്ട് പോകാൻ. ഞങ്ങൾ അങ്ങനെ ആധാർ ഷോറൂമിൽ ചെന്നു, ഈ ആധാറിന്റെ ഓഫീസിൽ ചെന്നു. അത് അവരെ പേപ്പർ കൊടുത്തപ്പോൾ അവർ ഉടനെ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ എന്ന്. എന്നാല് ഞാൻ പറഞ്ഞല്ല ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞു. വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് തന്നെ വളരെ ആശ്ചര്യമായിരുന്നു, 8 ദിവസം കൊണ്ട് ഇത് ക്രമീകരിക്കപ്പെട്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, ദൈവത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു പ്രവർത്തിച്ചതാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കോപ്പി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഷോറൂമിൽ നിന്ന് കോൾ വന്നു. അത് കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഏകദേശം 4ാമത്തെ ദിവസം എന്റെ 2ാം വർഷത്തെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ 2ാം വർഷത്തെ ക്ലാസ്സിൽ പോവാൻ അപ്പോൾ ആ 2ാമത്തെ ദിവസം എന്റെ കയ്യിൽ ബുള്ളറ്റ് രജിസ്റ്റർ ചെയ്ത് എന്റെ കയ്യിൽ കിട്ടി. 2 ദിവസം ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 3ാമത്തെ ദിവസം ഞാൻ കോളേജിലേക്ക് ഈ ബുള്ളറ്റിലാണ് പോയത്. അപ്പൊ ആ ദൈവം എന്നോട് ഞാൻ ആ ബസ്സിലിരുന്ന സമയത്ത് ദൈവം എനിക്ക് ചെയ്തൊരു പ്രോമിസാണ്, നീ അടുത്ത വർഷം നീ ഒരു പുതിയ വാഹനത്തിൽ നീ കോളേജിൽ പോകുന്നത്. അപ്പൊ ഞാൻ ബുള്ളറ്റിൽ ചെന്നപ്പോൾ എന്റെ എല്ലാ അവസ്ഥകളും അവിടെ എല്ലാവർക്കും അറിയാം. അധ്യാപകരൊക്കെ ഒരുപാട് കൈത്താങ്ങലുകളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഒരു ആദ്യത്തെ വർഷം, ആ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞാൽ യാദൃശ്ചിക ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ നിന്ന് CV ജേക്കബ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു അധ്യാപകനും ഒരു സുഹൃത്തും കൂടി അമ്പലപ്പുഴയുടെ പ്രദേശത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് താമസിക്കുന്ന ആ ഷെഡിൽ വന്നു.
അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഈ ദേവദാസൻ കാണുന്നത്, ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ആ അവസ്ഥ കാണുന്നത്. അപ്പോൾ ആ ദേവദാസൻ പിന്നീട് ഒരുപാട് വ്യക്തികളോട് ഞങ്ങളെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിന്റെ ത്രൂ ഒരുപാട് പേര് ഞങ്ങൾക്ക് ചെറിയ കൈത്താങ്ങലുകളൊക്കെ തന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അന്ന് ചെയ്യുന്നത്. ഈ വണ്ടി ചെന്നപ്പോൾ പലർക്കും ഒരു അത്ഭുതമായി. ഇത്രയും വലിയ ഞാൻ അന്ന് ഈ വണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊരു പാസ്റ്ററുടെ വീട്ടിലാണ് ആദ്യം കൊണ്ടത്. ആ പാസ്റ്റർ അന്നേരം എന്നോട് ചോദിച്ചത്, സ്പ്ലെൻഡറിൽ ഇപ്പൊ എണ്ണ അടിക്കുവാൻ 100 രൂപ ഇല്ലാത്ത നിങ്ങൾ ഈ ബുള്ളറ്റിൽ എങ്ങനെ എണ്ണ അടിക്കും? നിങ്ങൾ ഈ വണ്ടിക്ക് 5250 രൂപ ഫിനാൻസ് എങ്ങനെ അടയ്ക്കും? ഇദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങളാണ്. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അത് കറക്റ്റാണ്. നിങ്ങൾ ഇതിന്റെ ഫിനാൻസ് എങ്ങനെ അടയ്ക്കും എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. ദൈവം സഹായിക്കുമെന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഇത് ഉറപ്പിച്ചു പറയാം. ഇതൊരു 2-2.5 വർഷത്തിന് മുമ്പ് നടന്ന സാഹചര്യമാണ്. ഈ അന്ന് മുതൽ ഇന്ന് വരെ 5-ാം തീയതിയാണ് ബാങ്കിൽ നിന്നും 5250 രൂപ കട്ടാകുന്നത്. അതിനു മുമ്പ് ആ പൈസ കൃത്യമായിട്ട് സ്വർഗത്തിലെ ദൈവം ആ അക്കൗണ്ടിൽ എത്തിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്റെ യാത്രയ്ക്ക് 500 രൂപ പെട്രോൾ അടിക്കും. ഇന്ന് വരെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോകാതിരുന്നിട്ട്, ഞാൻ ഇന്ന് വരെ അങ്ങനെ പോകാതിരുന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഇതൊക്കെ കൃത്യമായ സമയങ്ങളിൽ നമ്മൾ അതാത് സമയങ്ങളിൽ ദൈവം വേണ്ട കരുതലുകൾ ദൈവം ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2-ാം വർഷം പഠനം തുടങ്ങിയാണ്ട് ഒരു 1-ാമത്തെ സെമസ്റ്റർ തീരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ പിതാവ് എന്നെ വെളുപ്പിനെ വന്ന് വിളിച്ചുണർത്തി. ഒക്ടോബർ മാസം 3-ാം തീയതി രാവിലെ പിതാവ് എന്നെ വിളിച്ചുണർത്തി. ഒരു 4 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പെയിൻ തോന്നുന്നു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച്, അപ്പോൾ ബിലീവേഴ്സ് വരെ പോകാനുള്ള ദൂരെ കൂടുതലുണ്ട്. ഞങ്ങൾ അപ്പോൾ ആ വീടിനടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോയി, ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ബിലീവേഴ്സിലെ പേഷ്യൻ്റ് അല്ലേ, നിങ്ങൾ ആ ആശുപത്രിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വെന്റിലേറ്റർ ആംബുലൻസിലേക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ഏകദേശം 6 മണിയായപ്പോഴത്തേക്ക് എലിവേഴ്സിലെത്തി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് ആ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അവിടെ അന്നേരം തന്നെ ഞാൻ അവര് ഡെത്ത് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബന്ധുക്കളെയൊക്കെ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടും കുടുംബത്തിലെ 2 പ്രധാന ബന്ധുക്കളെ വിളിച്ചിട്ട് ഞാൻ ഇത്രയുമാണ് പറഞ്ഞത്, ഞാനൊരു ദൈവദാസനാണ്, ദൈവവൃത്യനാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കപ്പോൾ ഇത്തരം കാര്യങ്ങളോട് എനിക്ക് സഹകരിക്കാനോ അതിന് നേതൃത്വം തരാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇത് അടക്കം നടത്തുക, എല്ലാ ചടങ്ങുകളും നിങ്ങളുടേതായ രീതിയിൽ നടത്തുക, ഞാനും എൻ്റെ കുടുംബവും ഇതിനകത്ത് പങ്കെടുക്കുകയില്ല. അപ്പോൾ അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത്, ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അവരൊന്നും പറഞ്ഞാൽ ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോഡിയുമായിട്ട് ഇവിടെ വന്നു. ബോഡിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കിടത്തിയതിനു ശേഷം ഞാനും കുടുംബവും ഒക്കെ അകത്ത് കയറിയിട്ട് പിന്നീട് ഞങ്ങൾ ഈ അടക്കത്തിന് ശേഷമാണ്, ചടങ്ങുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അതുവരെ അവരുടേതായ രീതികൾ അതിനെ അവരുടെ ആചാരപ്രകാരം 10-15 ദിവസത്തെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്താണ് അവർ അവസാനിപ്പിച്ചത്. അതിനുശേഷം അപ്പോൾ ഭവനം അതിനുശേഷം എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഭവനത്തിൽ നിന്നും മാറ്റേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുവാനൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. അവിടെ എൻ്റെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ അധീനതയിലേക്ക് ഭവനം എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ എൻ്റെ കോളേജിലെ കുറച്ച് സുഹൃത്തുക്കളും ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുന്ന സഭയിലെ കുറച്ച് വിശ്വാസികളുമായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ പ്രാർത്ഥന ക്രമീകരിച്ചു. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് എൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ യോഗം ഞങ്ങൾക്ക് കൂടി വരുവാൻ സഹായിച്ചു. അതോടൊപ്പം തന്നെ ഞാനൊരു സ്വതന്ത്ര സഭയിൽ ഒരു ദൈവദാസന് ചേടത്തുവായിട്ട് അടുത്ത് ചങ്ങങ്കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വതന്ത്ര സഭയിൽ ഒരു ദൈവദാസന് സുഖമില്ലാതെ വന്നതുകൊണ്ട് ആ സഭയിൽ ശുശ്രൂഷകനായിട്ട് അവിടെ ആ ചുമതലയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ശുശ്രൂഷിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ സമയം കിട്ടുങ്ങളിൽ ശനിയാഴ്ചകളിൽ മറ്റേ ഈവനിങ് ടൈമുകളിലൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാനും വൈഫുമായിട്ട് ഈ ട്രാക്ട് മിനിസ്ട്രിക്കായിട്ട് പല പ്രദേശങ്ങളിലും കടന്നു പല വീടുകളിലും കയറി ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ട്രാക്ട് മിനിസ്ട്രി ചെയ്യും, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തായിട്ട് ഞങ്ങൾ 3-4 ആത്മാക്കളെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3-4 പേര് ഒരു സഭയിലും പോകാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഇപ്പോൾ പിന്മാറ്റത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം, പിന്നെ 2-3 വ്യക്തികൾ, അങ്ങനെ 3-4 പേരെ എനിക്ക് ദൈവം 5 പേരോളം ദൈവം ക്രമീകരിച്ച് തന്നു. അപ്പം അവിടെ പുതിയ ദൈവദാസൻ വരാനുള്ള സമയമായി. അദ്ദേഹം ചികിത്സയ്ക്ക് ശേഷം വന്നപ്പോൾ ഒരു പ്രവർത്തനം
എവിടെയെങ്കിലും തുടങ്ങണം. ഇപ്പൊ 5 പേര് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, അവരെ വെച്ചിട്ട് അല്ലെ 4 പേര് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനം നമുക്ക് പുതിയത് ആരംഭിക്കണമെന്നൊരു ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ ചെന്നാൽ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു പ്രവർത്തനമുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനമാണ്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 9 കിലോമീറ്റർ പോയാൽ തോട്ടപ്പള്ളിയിൽ ഒരു പ്രവർത്തനമുണ്ട്. മുന്നോട്ട് പോയാൽ തിരുവല്ല റൂട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു 7-8 കിലോമീറ്റർ പോയാൽ തഴി പഞ്ചായത്തിൽ ഒന്നൊരു പ്രവർത്തനങ്ങളുണ്ട്. അപ്പം ഈ അമ്പലപ്പുഴ എന്ന് പറയുന്ന പ്രദേശം ഈ പറഞ്ഞ ഒരു 10-16 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ യാതൊരുവിധ പ്രവർത്തനമില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ കടനം. അപ്പം പടിഞ്ഞാട്ടുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു പ്രദേശം. അപ്പം ഞാൻ പല പ്രദേശങ്ങളിലും കടന്നുപോയ ഒരു വീട് അല്ലെങ്കിൽ ഒരു ആരാധന തുടങ്ങുവാൻ ഒരു സാഹചര്യം ഞാൻ നോക്കി പോയിട്ട് എങ്ങും കിട്ടിയില്ല. കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ വൈഫ് ഇങ്ങനെ എന്നോട് ചോദിച്ചത്, നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് തന്നെ ഒരു പ്രവർത്തനം ആരംഭിച്ച എന്താണ്, നമ്മുടെ ഇവിടെ വർക്കില്ലല്ലോ, നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ഒരു അറിയാവുന്ന ഒരു സഹോദരൻ വിളിച്ചിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ, പാസ്റ്ററെ, ഒരു കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആത്മഹത്യക്ക് തയ്യാറായിട്ടിരിക്കുന്നു. പാസ്റ്ററെ കൊണ്ട് കഴിയുമെങ്കിൽ അവിടം വരെ കടന്നുപോയി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടി തപ്പിപ്പിടിച്ച് ആ ഭവനത്തിൽ ചെന്ന് ഞങ്ങള് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ആയിരുന്നില്ല. അവിടെ കടക്കാര് ആ വീട് വളഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവരവിടെ ഒരു സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. എങ്കിലും അവിടെ നിന്ന് അവരോട് അല്പമായിട്ട് സുവിശേഷം പറയുകയും ഞങ്ങൾ ചെറുതായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരാമെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ ഈ ട്രാക്ട് മിനിസ്ട്രി കിട്ടിയ 3 വ്യക്തി ജീവിതങ്ങളെയും വിളിച്ചു. ഞങ്ങളുമായിട്ട് പ്രാർത്ഥനാ ബന്ധമുള്ള 2 കുടുംബങ്ങളെയും വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ആയിട്ട് ഇവിടെ കൂടി വരുവാൻ, ഈ ബുദ്ധിമുട്ടുള്ള കുടുംബമൊന്നും, അങ്ങനെ ഞങ്ങളൊരു 15 പേര് അന്ന് ഇവിടെ വൈകുന്നേരം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടി. അന്ന് 2024 മാർച്ച് മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ അതൊരു ഒരു പുതിയ പ്രവർത്തനമായിട്ടോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ അന്ന് തുടങ്ങിയത്. ഞങ്ങൾ അന്ന് ഈ ഒരു കുടുംബത്തെ സഹായിക്കുക എന്നൊരു കാര്യം മാത്രം ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അന്ന് മുതൽ, ആ മാർച്ച് 1-ാം തീയതി മുതൽ ഇന്നലെ വെള്ളിയാഴ്ച വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും തുടർമാനമായിട്ട് ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. അത് ഒരു ദൈവ പ്രവൃത്തിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ദൈവഹിതമായിരുന്നു. അതിനെ ആരംഭിക്കുവാൻ ഒരു മുഖാന്തരം മാത്രമായിട്ട് ദൈവം ആ ഒരു സംഭവത്തെ കണ്ടു എന്നുള്ളതാണ്. പിന്നീട് അനവധി ആളുകൾ ഇവിടെ വന്നു. അത് ഞായറാഴ്ച പ്രാർത്ഥനയായിട്ട് തീർന്ന് ഞങ്ങൾ അതിന്റെ അടുത്ത ദിവസം ഞങ്ങളുടെ മാതൃസഭയിലേക്ക്, അതായത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിൽ പുതിയ ദേവദാസം വന്നു. അപ്പൊ അതുകൊണ്ട് മാതൃസഭയിലേക്ക് പോകാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ദിവസമായിരുന്നു. പക്ഷെ അന്ന് അതിന്റെ ഈ ശനിയാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം എന്നെ പ്രാർത്ഥിക്കുവാൻ വന്ന 2-3 സഹോദരങ്ങൾ പിന്മാറ്റത്തിൽ നിന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, നമുക്ക് ഞായറാഴ്ച നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച 8 പേരെ ഉള്ളായിരുന്നു. പക്ഷെ 8 പേരായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഒരുപാട് വ്യക്തി ജീവിതങ്ങളോട് ഇവിടെ സുവിശേഷം ഈ പ്രദേശങ്ങളിൽ ഇറങ്ങി സംസാരിച്ചു. പലരും പ്രാർത്ഥനയ്ക്ക് വരുവാൻ തുടങ്ങി. ഇപ്പോൾ അതൊരു അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയായിട്ട് 1.5 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏകദേശം 40ഓളം പേര് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ദേശത്ത് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് 2 VBSകൾ നമ്മൾ കഴിഞ്ഞ ഈ നാളുകളിൽ ഇവിടെ നടത്തി. കഴിഞ്ഞ വെക്കേഷനും ഈ സ്കൂൾ വെക്കേഷനും 2 വെക്കേഷനുകളിലും നമ്മൾ ഇവിടെ 2 VBSകൾ നടത്തി. ഒരു 60-നടുത്ത് കുട്ടികൾ 2 VBSകളിലും പങ്കെടുത്തു. അനുഗ്രഹീതമായ പ്രവർത്തനമായിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ ചില നന്മകളൊക്കെ പ്രാപിക്കുന്ന അനുസരിച്ച് VBSൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം പഠനോപകരണം കൊടുക്കുവാനായിട്ട് 2 വർഷവും ദൈവം സഹായിച്ചു. ദേശത്ത് ഒരുപാട് ദൈവനാമ മഹത്വത്തിന് നമ്മളെ ഒരു സഭയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ മുമ്പ് പറഞ്ഞ എന്നെ ബൈബിൾ കോളേജിൽ എന്നെ ഒരുപാട് സഹായിച്ച ദേവദാസൻ മുഖാന്തരം
വേറൊരു സഹോദരൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം ഇവിടെ വന്ന് കഴിഞ്ഞ ക്രിസ്മസിന് ഏകദേശം 65 വീടുകളെ സഹായിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രവർത്തനം ഇവിടെ ക്രമീകരിച്ചു. അന്ന് ഇവിടെ നമ്മളൊരു ആരാധന ക്രമീകരിച്ചപ്പോൾ അതിന് 120ഓളം വ്യക്തികൾ അന്ന് ഇവിടെ വന്ന് പങ്കെടുത്തു. ആ സൺഡേ 22-ാം തീയതി ഡിസംബർ ആയിരുന്നെന്നാണ് എന്റെ ഓർമ്മ. ഇവിടെ നമ്മൾ അമ്പലപ്പുഴയിൽ വെച്ച് നമ്മുടെ ഭവനത്തിൽ വെച്ചൊരു പരിപാടി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലും ഒരു സ്ട്രെസ് വർക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടപ്പുണ്ട്. അത് വാഹനമൊക്കെ വെക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരുന്നതാണ്. അതിനകത്ത് ഒരു 100 പേർക്കൊക്കെ ഇരിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ആ 22-ാം തീയതി ഞായറാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു സഹോദരി എന്നോട് വന്നിട്ട് പോവാൻ നേരത്ത് പറഞ്ഞത്, പാസ്റ്ററെ നമുക്ക് ഈ വർഷം ഈ ആണ്ടർതി യോഗം തൊട്ട് നമുക്ക് ഈ വെളിയിൽ വെച്ച് ആരാധന നടക്കുന്ന രീതിയിൽ ഇത് ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നു. എങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് അച്ഛനുമായിട്ട് പിണങ്ങിയ സമയങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഷെഡ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊരു സ്ട്രെസ് വർക്ക് ആയിരുന്നു. അത് പൊളിച്ചു. അത് 2 ആളെ നിർത്തി ഞങ്ങൾ പൊളിപ്പിച്ചു. ആ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ആ വീട്ടിലുണ്ടായിരുന്ന സ്ട്രെസ് വർക്ക് നമ്മൾ ഒന്ന് മറച്ച് വൃത്തിയാക്കി ഒക്കെ എടുത്ത്, അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ പകുതി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. നമ്മളൊരു 70 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു ആളായിട്ട് രൂപീകരിക്കാൻ ആ 3-4 ദിവസം കൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയെടുത്തു. ഞങ്ങൾ ഡിസംബർ 31-ാം തീയതി രാത്രി പ്രാർത്ഥന ഈ പുറത്തു വെച്ച് തുടങ്ങി. അന്നോട്ട് ഈ വർഷം 2025-ന്റെ തുടക്കം മുതലേ ഞങ്ങൾ ഈ ഹാളിലാണ് ആരാധിച്ചു. ഇപ്പൊ നമ്മള് ആദ്യത്തെ പ്രാർത്ഥനാ യോഗം തൊട്ട് നമ്മൾ അന്ന് വെള്ളിയാഴ്ച മാർച്ച് 1-ാം തീയതി തുടങ്ങി അന്ന് തൊട്ടേ, ഞങ്ങള് 24 മാർച്ച് തുടങ്ങി അന്ന് തൊട്ടേ ഇവിടെ നമ്മൾ 2 മീറ്റിങ്ങുകളിലും ഭക്ഷണമൊക്കെ കൊടുത്തു വരുന്നവരോട് അങ്ങനെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് രോഗാവസ്ഥകളിൽ നിന്ന് വിടുതലുകളും പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആയിരുന്ന ആളുകൾക്കൊക്കെ പ്രാർത്ഥിച്ച് വിടുതലും ഒക്കെ ആയതുകൊണ്ട് ദേശത്ത് അങ്ങനെ ഒരു സാക്ഷ്യം ഇന്ന് സഭയെ കുറിച്ചുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വിടുതലുകൾ നടക്കുന്നുണ്ട് എന്നൊരു, ഇപ്പോൾ നമുക്കൊരു 40-45 പേര് റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾക്ക് കടന്നു വരുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ഒരു 20 പേരെങ്കിലും കുറഞ്ഞത് കടന്നു വരുന്നുണ്ട്. പുതിയ പ്രവർത്തനമായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം എന്റെ MDH പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ വർഷം സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ MDH ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പഠനവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ പോകുന്നു. അതോടൊപ്പം ഇവിടുത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. ഞങ്ങള് വളരെ നാളുകൾക്ക് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം കഴിഞ്ഞ ഈ മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം തൊട്ട് ഞങ്ങൾ അസംബ്ലീസ് കോഡിനോടുള്ള ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഒരു വർഷത്തിലധികം, 1 വർഷം 1 മാസത്തോളം സ്വതന്ത്രമായിട്ട് നിന്നതിന് ശേഷം ഞങ്ങൾ അസംബ്ലീസ് കോഡിന്റെ ആലപ്പുഴ നോർത്ത് സെക്ഷനുമായിട്ട് ബന്ധപ്പെടുകയും ആ സെക്ഷനോടുള്ള ഒരു ബന്ധത്തിലായിരിക്കും. ഇപ്പൊ അവരുടെ ഒരു വർക്കറായിട്ട് എന്നെ അവരെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേശത്ത് ഞങ്ങൾ പരസ്യങ്ങൾ നടത്താറുണ്ട്. ഇവിടെ സാധാരണ പണ്ട് പുരാണ കാലം തൊട്ടേ ഇവിടെ ആരും പരസ്യങ്ങൾ നടത്താത്തൊരു പ്രദേശമാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സമയങ്ങളൊക്കെ കിട്ടുന്നതനുസരിച്ച് ഞാൻ വൈഫുമായിട്ട് പല സ്ഥലങ്ങളിലും കടന്നുപോയി പരസ്യങ്ങൾ ട്രാക്ട് മിനിസ്ട്രികൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ട്രാക്ട് മിനിസ്ട്രികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭവനങ്ങളിലൊക്കെ ഭവന സന്ദർശനങ്ങൾ നടത്തുന്നതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളവിടെ അന്നേരം തന്നെ പ്രാർത്ഥിക്കും. ചില വീടുകളിലൊക്കെ അവർ പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യം ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ശുശ്രൂഷ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളൊരു പൈനീർ വർക്കാണ്. ആ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എങ്കിലും എൻ്റെ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എന്നെ കേൾക്കുന്നവരോട് പറയുവാനുള്ള ഏക കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഏത് വിഷയങ്ങളെക്കാട്ടിയും, നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയെക്കാട്ടിയും, ഏത് വിഷയങ്ങളെക്കാട്ടിയും ഒക്കെ വലിയവരാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നമ്മൾ സാഹചര്യങ്ങളിലേക്കോ നമുക്ക് മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളിലേക്കോ നോക്കി നമ്മൾ ഭയപ്പെട്ട് നിന്ന് പോകരുത്. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തെയും നമ്മൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം ശക്തനാണ്. ദൈവം മുന്നോട്ട് വഴി നടത്തും. എന്റെ അനുഭവങ്ങളാണ് എന്നെ കൊണ്ട് ഈ പറയിക്കുന്നത്. 10-16 വർഷത്തെ എന്റെ വിശ്വാസ കാലയളവുകളിൽ എനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഒത്തിരി കാലങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പൂർണ്ണ വിശ്വാസി
ആയി മാറുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. അതിന് എനിക്ക് പൂർണ്ണമായ മാനസാന്തരം വരാതിരുന്ന കാലഘട്ടങ്ങളിൽ പോലും എനിക്ക് ഒരിടത്തും ഞാൻ പരാജയപ്പെട്ടു പോകാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയിട്ടില്ല. കാര്യം ദൈവത്തോട് ഞാൻ ഏതൊക്കെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് എന്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ, ദൈവനാമ മഹത്വത്തിന് ഉതകുന്നതാണെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ മറുപടി പ്രാപിച്ചിട്ടുണ്ട്. അത് എന്റെ ഒരു ഉറപ്പാണ്. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം എനിക്ക് മുമ്പുണ്ടായിരുന്ന എന്തെല്ലാം പ്രതികൂലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ അസാധ്യങ്ങളുടെ നടുവിൽ നിന്നാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. മാനുഷികമായിട്ട് ചിന്തിച്ചു പോയാൽ തകർന്നു പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലതും ഇപ്പോൾ ഓർത്തെടുക്കുവാൻ, അത് പറയുവാൻ ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ട് പല സംഭവങ്ങളും. അതാണ് ഇടയ്ക്ക് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നതെന്ന് എടുത്ത് നോക്കിയപ്പോൾ പല സംഭവങ്ങളും വിട്ടുപോയിട്ടുണ്ട്. എങ്കിലും ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ ഒരു കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവനെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ ആ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത്. നമ്മളിൽ നിന്നും ഒരു സമർപ്പണം, നമ്മളിൽ നിന്നൊരു പൂർണ്ണ സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മുഖ്യസ്ഥാനം ജീവിതത്തിൽ കൊടുക്കുക, ദൈവത്തിന്റെ വേലയ്ക്ക് മുഖ്യസ്ഥാനം ജീവിതത്തിൽ കൊടുക്കുക. എല്ലാ സാഹചര്യങ്ങളും ദൈവം, മാനുഷികമായിട്ട് നോക്കിയാൽ ഞാൻ വേലയ്ക്കിറങ്ങിയ ഈ ദേശത്ത് വേലയ്ക്കിറങ്ങിയ സാഹചര്യത്തിൽ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. എനിക്ക് മക്കളെ പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു, എനിക്ക് പഠിക്കുവാനുള്ള സാധ്യതയില്ലായിരുന്നു, എല്ലാം വിഷയങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് വലിയ കടഭാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദേശത്ത് എനിക്ക് ഇപ്പോൾ ഉള്ളൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഒരു 20 വർഷത്തിന് മുമ്പത്തെ ഗിരീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെയും ഇന്നത്തെ വ്യക്തിയെയും ഈ ദേശവാസികൾക്ക് അറിയാം. ആ നാളുകളിൽ ഞാൻ ഈ നാടുകളിൽ ഈ ദേശത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്നെ കാണുന്നു, ആരും എന്നെ നോർമലായിട്ട് കണ്ടിട്ടില്ല. ദേശത്തേക്ക് എപ്പോ നോക്കിയാലും നമ്മൾ ഒന്നെങ്കിൽ വായിൽ മുറുക്കാനുമായിട്ട് അല്ലെങ്കിൽ മദ്യപിച്ച് ലെവലില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെയാണ് ഈ ദേശവാസികൾ എന്നെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ ഇന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും, ഒരുപാട് മദ്യപാനികളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സാക്ഷ്യമാണ്. ഒരു മനുഷ്യന് ഇത്രത്തോളം മാറാൻ പറ്റുമോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്റെ ആ സ്വഭാവത്തിൽ അത്രയ്ക്ക് വ്യതിയാനം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞത് മൂലം സാധിച്ചിട്ടുണ്ട്. ആ ഒരു ക്രിസ്തുവിനെ ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, എന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തിയ, എന്റെ ജീവിതം ഇന്ന് കാണുന്ന രീതിയിലാക്കി തന്ന ഒരു കർത്താവ്, ആ കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ ഏത് സാഹചര്യത്തെയും ആ ദൈവം നമുക്ക് മാറ്റിത്തരും. ഏത് പ്രതികൂലത്തെയും ദൈവം മാറ്റിത്തരും. ഏത് പ്രതികൂലത്തിന് നടുവിലും ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിന്നാൽ മുന്നോട്ട് പ്രവർത്തിച്ചു മുന്നേറുവാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരും. അത് ആ ഒരു ബലം ആ ഒരു അഭിഷേകത്തിന്റെ ശക്തി നമ്മൾക്കുണ്ടെങ്കിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സഹായിക്കും. അത് ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവർത്തനത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ദൈവദാസന്, ആരോഗ്യ ടിവിക്ക്, ഇതിന്റെ പ്രേക്ഷകരോട് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവേ സ്തോത്രം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഇന്നത്തെ ഈ ദിവസം കർത്താവേ ദൈവമേ സ്തോത്രം. എന്റെ ജീവിത സാക്ഷ്യം ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നു ദൈവമേ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തിയ എല്ലാ വിധങ്ങളും കർത്താവേ ദൈവമേ, ഈ കേൾവിക്കാരിലേക്ക് ദൈവമേ അവരോട് സംസാരിക്കുവാൻ സ്വർഗം വഴി തുറന്നത് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഈ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ ദൈവമേ ഈ പ്ലാറ്റ്ഫോമിനെ ദൈവമേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ആരോമ ടിവിക്ക് ദൈവമേ ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ദൈവമേ സ്തോത്രം. കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ എന്നെ ശ്രമിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ദൈവമേ സ്തോത്രം. അങ്ങ് ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവമാണ്. ഇവരുടെയും ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. ഇവരുടെയും അവസ്ഥകളും സാഹചര്യങ്ങളും അറിഞ്ഞ് അതിനൊരു മാറ്റം വരുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ് അങ്ങ്. ദൈവമേ സ്തോത്രം. ഇതിലൂടെ ദൈവമേ ഞങ്ങൾ ശ്രമിക്കുന്ന ഏവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവദാസ് പാസ്റ്റർ ഗിരീഷ്. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ
കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിനോടുള്ളതായ നന്ദി സ്നേഹത്തിനോട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ഒരുപക്ഷെങ്കിൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോയില്ലായിരുന്നു എങ്കിൽ ഇന്ന് എവിടെ ആയിരിക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോകുമായിരുന്നു. സ്തോത്രം. ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഉൾക്കൊള്ളാൻ കഴിയാത്ത കഷ്ടതയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നു എങ്കിൽ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് എവിടെ ആയിരിക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ ആ സന്ദർഭങ്ങളും ഞാൻ ഓർത്തു പോകുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു. ഈ ലോകപ്രകാരം ജീവിക്കാൻ പറ്റിയ സാഹചര്യം, പറ്റിയ കൂട്ടുകാർ, സാമ്പത്തിക സൗകര്യങ്ങൾ എല്ലാം വളരെ അനുകൂലമായിരുന്നു. എന്നാൽ ആ ഒരു നിലയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരുപക്ഷെങ്കിൽ കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് അമ്പലപ്പുഴ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ മധ്യസ്ഥനായി ഇടിവിൽ നിൽക്കുവാൻ ജനത്തിനു വേണ്ടി ദൈവം ഒരു വ്യക്തിയെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് അത് മറ്റാരെയും ഏൽപ്പിക്കാതെ, ആരെയും തിരഞ്ഞെടുക്കാതെ, ഒരുപക്ഷെങ്കിൽ മറ്റു പലരെയും ദൈവം ഇതിനോടകം വിളിക്കുകയും ദൈവവചനം അറിയിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ അത് ഏറ്റെടുക്കാനോ ഉൾക്കൊള്ളാനോ വിധേയപ്പെടാനോ തയ്യാറാകാത്തത് കൊണ്ട് ഇന്ന് ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ അവരിൽ ചിലരായിരുന്നു ഇരിക്കാം ഈ സാക്ഷ്യം പറയുവാൻ ഈ വേദിയിൽ അവസരമുണ്ടാകുക. എന്നാൽ അവർക്കാർക്കും അത് ലഭിച്ചില്ല. പകരം ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം മുന്നമേ കണ്ടിരുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്തത് കൊണ്ട് അടിപിടി കേസുകളിലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുവിനും പാപവഴികളിലും ലോകത്തിൻ്റെതായ കൂട്ടുകെട്ടുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഒക്കെ അതിലൊക്കെ വീണ് അകപ്പെട്ട് തകർന്നു പോകാമായിരുന്നു. ജീവിതം പോലും അവസാനിക്കാമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം കഴുകി എടുത്ത് കർത്താവിൻ്റെ രക്തത്താൽ കഴുകി, കർത്താവിൻ്റെ വചനത്താൽ ജീവൻ പകർന്ന്, കർത്താവിൻ്റെ ശ്വാസത്താൽ ആത്മാവിനെ പുനഃസൃഷ്ടിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഒറ്റപ്പെടുത്തി. ഒരുപക്ഷെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വഴികൾ തിരഞ്ഞെടുത്തു. വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. അവിടെയും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവിടെ സമ്മർദ്ദങ്ങളുണ്ടാക്കി അവിടെ നിന്നെല്ലാം നമ്മൾ പറയാറുണ്ട് പുകച്ച് പുറത്ത് ചാടിച്ചത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന സംഭവം കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്, ഇന്ന കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊന്നും ആയിരുന്നില്ല. പകരം കർത്താവിന് വേണ്ട സമയത്ത് അവിടെ നിന്നൊക്കെ പുകച്ച് പുറത്ത് ചാടിച്ച് കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. സ്തോത്രം. നല്ല ഒരു സാക്ഷ്യം. ശ്രദ്ധിച്ച് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ സാക്ഷ്യം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രേരക ഘടകമായി, ഒരു ഊർജമായി, ഒരു ഉൾക്കാഴ്ച വർദ്ധിക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ സഹായകരമായിരിക്കുന്ന നല്ലൊരു സാക്ഷ്യമാണ്. നല്ല കുറേ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ദൈവകൃത്യന് എന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആവശ്യമാർന്ന ദൈവീയ സഹായങ്ങളും അനുഗ്രഹങ്ങളും ആത്മീയ കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ളതായ അറിവും പരിജ്ഞാനവും ഒക്കെ കർത്താവ് തന്ന പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ആ ദേശത്ത് നിർത്തിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എങ്കിൽ അടുത്ത 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു എന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതത്തിലും സന്തുഷ്ടനായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അക്ഷരീയമായ തലമുറകൾ മാത്രമല്ല, ആത്മീയമായി അനേക പ്രിയപ്പെട്ടവരെ കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി ആ ദേശത്ത് കർത്താവ് തന്നിരിക്കുന്നല്ലോ. തീർച്ചയായിട്ടും ആ ദേശത്തെ പ്രവർത്തനങ്ങളെ, ആ ദേശത്തെ എല്ലാവിധമായ ശുശ്രൂഷ മണ്ഡലങ്ങളെ കർത്താവ് വിശാലതയിലേക്ക് വഴി നടത്തട്ടെ എന്ന് ഇത്തരുണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ അനേകായിരം ശ്രോതാക്കൾക്ക് ഈ അനുഭവ സാക്ഷ്യം വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് രോമാ ടിവിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥന നടത്തി വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.